അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹ്. അമ്മാ ബഅദ്. സമാദരണീയനായ അധ്യക്ഷൻ, നമ്മുടെ മഹല്ല് ഖത്തീബും മുദരിസും എൻ്റെ സ്നേഹനിധിയായ സുഹൃത്തുമായ ഉസ്താദ് അബ്ദുൽ വാഹിദ് ഫൈലി, ഈ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗവും ജമിയത്തുൽ മുഅല്ലിമീൻ സംസ്ഥാന പ്രസിഡൻറ്റുമായ ഉസ്താദ് വാക്കോട് മൊയ്തീൻ കുട്ടി മുസ്ലിയാർ, ഇവിടെ അതിഥിയായി പങ്കെടുക്കുകയും വലിയ ഒരു പ്രൊജക്റ്റിൻ്റെ ലോഞ്ചിങ് നടത്തുകയും ചെയ്ത നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ പ്രിയപ്പെട്ട വല്ലാഞ്ചിറ മജീദ് സാഹിബ്, മഹല്ല പ്രസിഡൻറ്റ് CT അബ്ദുള്ളക്കുട്ടി ഹാജി, MT ഇഖ്ബാൽ കുരിക്കൽ, പ്രിയപ്പെട്ട NT മഹമ്മൂദ് അലി മുസ്ലിയാർ, ഷരീഫ് റഹ്മാനി, ജലീൽ മാസ്റ്റർ, അബ്ദുള്ള മുസ്ലിയാർ, ഇല്യാസ് ഫൈലി, ഫവാസ് ഫൈലി, മറ്റു പ്രഗത്ഭരായ നേതാക്കളെ, സംഘാടകരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും കീഴ്ഘടകങ്ങളുടെയും ഈ പ്രദേശത്തെ സഹപ്രവർത്തകരെ, SYSൻ്റെയും SKSSFൻ്റെയും പട്ടർക്കുളം ശാഖ കമ്മിറ്റിയാണ് ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷികത്തിൻ്റെ പ്രചാരണം നടത്തിക്കൊണ്ട് ഇങ്ങനെ ശാഖകളിലും ക്ലസ്റ്ററുകളിലും റേഞ്ച് തലങ്ങളിലും പഞ്ചായത്ത് തലങ്ങളിലും അതോടൊപ്പം തന്നെ ജില്ലാ മേഖലാ തലങ്ങളിലൊക്കെ ആയിരക്കണക്കിന് പ്രോഗ്രാമുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കാസർകോട്ടെ മഹാസമ്മേളനത്തിലേക്ക് കൂടുതൽ ആളുകളെ ക്ഷണിക്കുക, അല്ലെങ്കിൽ അവിടെ ആളുകൾ കുറഞ്ഞു പോകുമെന്ന ഒരു ഭീതിയോടുകൂടെയുള്ള പ്രചാരണ പരിപാടികളൊന്നുമല്ല. അവിടെ ഒരുക്കപ്പെട്ട സൗകര്യങ്ങൾ ജനലക്ഷങ്ങൾ കടന്നു വരുമ്പോൾ അത് തികയാതെ വരുമോ എന്ന വലിയ ആശങ്കയിലാണ് നമ്മുടെ നേതൃത്വമുള്ളത്. പിന്നെ ഈ പ്രചാരണ പരിപാടികൾ എന്തിനു വേണ്ടിയാണ്? സമസ്ത എന്ന നമ്മുടെ ആത്മീയ പ്രസ്ഥാനത്തിൻ്റെ സന്ദേശം പൊതുസമൂഹത്തിലേക്ക് ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കാനുള്ള വഴികളാണ് ഇത്തരത്തിലുള്ള പ്രചാരണ പരിപാടികൾ. ബഹുമാനപ്പെട്ട ശൈഖുന വാക്കോട് ഉസ്താദ് വളരെ മനോഹരമായി ഇവിടെ ഉദ്ഘാടന പ്രഭാഷണം നടത്തി. എന്താണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ലക്ഷ്യം? എന്തിനാണ് സമസ്ത രൂപീകരിക്കപ്പെട്ടത്? എങ്ങനെയാണ് നമ്മൾ സമസ്തയെ മനസ്സിലാക്കേണ്ടത്? 100,000 സംഘടനകളുള്ള ഒരു കാലത്ത്, ഒരു ലോകത്ത് വ്യത്യസ്തമായ ലക്ഷ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന പല സംഘടനകളുള്ള ഒരു സന്ദർഭത്തിൽ ആ സംഘടനകൾക്കിടയിലെ ഒരു സംഘടനയായി സമസ്തയെ നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല. ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, ഈ ദുന്നവിയായ പല കാര്യങ്ങൾക്ക് വേണ്ടി വ്യത്യസ്തമായ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരാണ് നാം ഓരോരുത്തരും. പക്ഷെ സമസ്തയെ നമ്മൾ മനസ്സിലാക്കേണ്ടതും സമസ്തയെ ഇഷ്ടപ്പെടേണ്ടതും സമസ്തയിൽ പ്രവർത്തിക്കേണ്ടതും ആത്മീയ ലക്ഷ്യത്തോടുകൂടെ മാത്രമായിരിക്കണം. ഭൗതികമായ ലോകത്ത് ഒന്നും ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചാൽ നമുക്ക് ലഭിക്കാനില്ല. നമ്മുടെ ഈ സമ്മേളനത്തിന് നാം ഓരോരുത്തരും സംഭാവന നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നടത്താറുള്ളത്. ഏത് പരിപാടിയിലും ബക്കറ്റ് പിരിവുണ്ടാകും, സംഭാവന കളക്ഷൻ ഉണ്ടാകും. സമസ്തയുടെ ഏതേത് പരിപാടികളും അങ്ങനെയാണല്ലോ. 100-ാം വാർഷികത്തിൻ്റെ ഭാഗമായി തഹിയ എന്ന ഒരു ആപ്പ് ലോഞ്ച് ചെയ്തു. 47 കോടിയിലധികം രൂപ ഈ ഉമ്മത്ത് ബഹുമാനപ്പെട്ട സമസ്തയെ ഏൽപ്പിച്ചു. സമസ്തയുടെ പ്രവർത്തകർ, സമസ്തയെ സ്നേഹിക്കുന്നവർ മഹല്ല് തലത്തിലും മദ്രസാ തലങ്ങളിലും ശാഖാതലങ്ങളിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെയുള്ള സമസ്തയെ സ്നേഹിക്കുന്ന ആളുകളാണല്ലോ സംഭാവന നൽകിയത്.
നമ്മളും സമസ്തയും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. സമസ്തക്ക് അങ്ങോട്ട് സംഭാവന നൽകുക, സമസ്തക്ക് വേണ്ടി വേർപ്പൊഴുക്കുക, സമസ്തക്ക് വേണ്ടി സമയം ചെലവഴിക്കുക, ഊർജം ചെലവഴിക്കുക, അധ്വാനിക്കുക. ഈ സമ്മേളനത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി റാലി നടത്താനും പദയാത്ര നടത്താനും കൊടികെട്ടാനും ഫ്ലക്സ് ബോർഡ് വെക്കാനും ചുമരെഴുത്ത് നടത്താനും രാവും പകലും നമ്മൾ ഓരോരുത്തരും നമ്മുടെ നേതാക്കളും കഠിനാധ്വാനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്താ ഇതുകൊണ്ടുള്ള ലാഭം? ഈ ദുനിയാവിൽ എന്തെങ്കിലും നമുക്ക് ലഭിക്കാനുണ്ടോ? ഈ SKSSFന്റെ പതാക ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ അവർ ഇടനെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ പ്രസ്ഥാനത്തിൻ്റെ കൊടിക്ക് കീഴിൽ അണിനിരക്കുന്നത് എന്തിനു വേണ്ടിയാ? SKSSFന് ക്യാമ്പസുകളിൽ യൂണിറ്റുകളുണ്ട്, യൂണിവേഴ്സിറ്റികളിൽ SKSSFന്റെ ശാഖകളുണ്ട്. ഒരു യൂണിവേഴ്സിറ്റിയിലും ഒരു ക്യാമ്പസിലും SKSSFന്റെ മക്കൾ വിദ്യാർത്ഥി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇന്നേ വരെ അണിനിരന്നിട്ടില്ല. ഒരു UUC ആവാൻ, ഒരു ചെയർമാൻ ആവാൻ, മറ്റുള്ള എല്ലാ വിദ്യാർത്ഥി സംഘടനകളും വിദ്യാർത്ഥി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ SKSSF മത്സരിക്കാറുണ്ടോ? എന്തിനാണ് നമ്മുടെ മക്കൾ ഈ പതാകയുടെ കീഴിൽ അണിനിരന്നത്? സയ്യിദുൽ ഉലമ കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി 10 ദിവസത്തെ യാത്ര മംഗലാപുരത്ത് സമാപിക്കുമ്പോൾ ഞങ്ങളൊക്കെ എല്ലാ ദിവസവും കൂടെയുണ്ടായിരുന്നു. 100 കണക്കിന് പ്രഗത്ഭരായ ആളുകൾ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, വലിയ വലിയ സർക്കാർ ഉദ്യോഗ രംഗത്തുള്ള ആളുകൾ, നല്ല കഴിവുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഈ 10 ദിവസം ലീവ് എടുത്ത് അവരുടെ ജോലി അതിനേക്കാൾ വലുത് സമസ്തയാണ്, സുന്നത്ത് ജമാഅത്താണ്, ദീനെന്ന് മനസ്സിലാക്കിയിട്ട് സയ്യിദുൽ ഉലമയുടെ കൂടെ ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടി? SKSSFന് 20-ലേറെ അതിൻ്റെ ഉപവിങ്ങുകളുണ്ട്, ഘടകങ്ങളുണ്ട്. ഡോക്ടർമാരുടെ വിങ്ങുണ്ട്, മറ്റ് പ്രൊഫഷണലുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളുണ്ട്, ക്യാമ്പസ് വിങ്ങുണ്ട്, ട്രെൻഡ് എന്ന കരിയർ ഗൈഡൻസ് രംഗത്ത് പ്രവർത്തിക്കുന്ന സംവിധാനമുണ്ട്. ഇവിടങ്ങളിലൊക്കെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല ചൊറുചൊറുക്കുള്ള ധാരാളം വിദ്യാഭ്യാസമുള്ള മക്കളുണ്ട്. എന്തിനാ അവർ SKSSFന്റെ കൂടെ കൂടിയത്? വിഖായയുടെ 10,000-കണക്കിന് സർവസന്നദ്ധരായ ഏത് മേഖലയിലും നമുക്കറിയാമല്ലോ, രാവും പകലും ഈ ഉമ്മത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി സമർപ്പിതരായി പ്രവർത്തിക്കുന്ന നമ്മുടെ യുവാക്കളുണ്ട്. എന്തിനാ അവർ ഈ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ അണിനിരന്നത്? അവർക്ക് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കാനല്ല, ദുനിയാവിൽ എന്തെങ്കിലും സാമ്പത്തികമായ ലാഭം കിട്ടുമെന്നതുകൊണ്ടല്ല, ദുനിയാവിൽ ഒന്നും കിട്ടാനില്ല. പക്ഷേ ഈ മക്കൾക്കൊരു താല്പര്യമുണ്ട്, അവർക്ക് യഥാർത്ഥ ദീനിന്റെ വഴിയിൽ ജീവിച്ച് മുന്നോട്ട് പോകണം. അവർ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാവണം, അവർക്ക് ളുഹാ നിസ്കരിക്കണം, വിത്ർ നിസ്കരിക്കണം, റവാത്തിബ് നിസ്കരിക്കണം, സുന്നത്ത് നോമ്പുകൾ എടുക്കണം, ഖുർആൻ ഓതണം, ഹദ്ദാദ് ചൊല്ലണം, മൗലിദ് ഓതണം, ഖുതുബിയത്ത് ചൊല്ലണം, ദിക്റിന്റെയും സ്വലാത്തിന്റെയും മജ്ലിസുകളിൽ പങ്കെടുക്കണം, സിയാറത്തിന് പോകണം, മഹാന്മാരെ സ്നേഹിക്കണം, മജ്ലിസുന്നൂറിൽ പങ്കെടുക്കണം, സ്വലാത്ത് ചൊല്ലണം, ആത്മീയമായി ജീവിക്കണം. അത് മാത്രമേ ലക്ഷ്യമുള്ളൂ. കാരണം അവരൊക്കെ സമസ്തയെ സ്നേഹിച്ചത് നേരത്തെ ശൈഖുന വാക്കോട് ഉസ്താദ് പറഞ്ഞതുപോലെ നമുക്ക് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ നല്ല നിലക്ക് മരിച്ചു പോകാൻ കഴിയണം, ഹുസ്നുൽ ഖാത്തിമത്ത് ലഭിക്കണം, ആഖിബത്ത് നന്നാവണം. അതിന് അനുഭവമുള്ള, അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഒരുപാട് കള്ളത്വരീക്കത്തുകളുണ്ട്. നിഷ്കളങ്കരായ ആളുകളാണ് പൊതുസമൂഹം പലപ്പോഴും ത്വരീക്കത്തുകളിൽ ചെന്ന് ചാടാറുള്ളത്. കുറച്ച് ദിക്ർ ചൊല്ലണം, മുത്തുനബിയെ സ്വപ്നത്തിൽ കാണണം, മരിക്കുന്ന സമയത്ത് പുഞ്ചിരിച്ച് മരിക്കണം, ഈമാനോടുകൂടെ മരണപ്പെടണം, മഹാന്മാരുടെ വഴിയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് പലപ്പോഴും പല ത്വരീഖത്തുകളിലും ആളുകൾ ചെന്ന് ചാടാറുള്ളത്. എന്നാൽ പലരുടെയും അവസ്ഥ എന്താണ്? സാമ്പത്തികമായ ചൂഷണത്തിന് വേണ്ടി വിശ്വാസത്തിൽ നിന്ന് അകത്തിക്കൊണ്ടുപോയി അബദ്ധജടിലമായ വിശ്വാസങ്ങളിൽ സാധാരണക്കാരെ കബളിപ്പിച്ച് ഈമാനിനെ തട്ടിയെടുക്കുന്ന, ഈമാനിനെ അപകടപ്പെടുത്തുന്ന അപകടത്തിന്റെ ഗർത്തങ്ങളാണ് പല കള്ളത്വരീക്കത്തുകളും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞു, നിരവധി ത്വരീക്കത്തുകളെ അങ്ങോട്ട് പോകരുത്, നൂരിഷ ത്വരീക്കത്തിലേക്ക് പോകരുത്, ആലുവ ത്വരീക്കത്തിലേക്ക് പോകരുത്,
ചേറൂര്, കോറ്റൂര് തുടങ്ങിയ ഒരുപാട്, കോരൂര് തുടങ്ങിയ നിരവധി ത്വരീഖത്തുകളിലേക്ക് പോകരുത് എന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞു. എന്തേ? അതിനെക്കുറിച്ചൊക്കെ പഠനം നടത്തി അവരൊക്കെ ചൂഷകരാണ്, അല്ലെങ്കിൽ തെറ്റായ വിശ്വാസമുള്ള ആളുകളാണ്, ചില നിക്ഷിപ്ത താല്പര്യക്കാരാണ്, യഥാർത്ഥ ത്വരീഖത്തിന്റെ വഴികൾ സ്വീകരിച്ചവരല്ല എന്ന ബോധ്യം, ഉത്തമമായ ബോധ്യമുള്ളതുകൊണ്ട് ഞാനതൊന്നും വിശദീകരിക്കുകയല്ല. സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് കള്ളത്വരീഖത്തുകൾ? നമ്മുടെ ഏറ്റവും വലിയ അനുഭവം ഈമാനോടെ തൗഹീദിലായി നമ്മുടെ വിശുദ്ധമായ പാരമ്പര്യത്തിൽ ജീവിച്ച് സമസ്തക്കാരായി ഒരു ത്വരീഖത്തിലും പോകാതെ സമസ്തയുടെ വഴിയിൽ ജീവിച്ച് മരണപ്പെട്ടു പോയ എത്ര മഹാരഥന്മാരായ ആളുകൾ. അതല്ലേ സമസ്തയുടെ വഴി. ഈ റജബ് മാസത്തിൽ, കഴിഞ്ഞ റജബ് മാസത്തിൽ തിങ്കളാഴ്ച രാവിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ഷെയ്ഖുന UM അബ്ദുറഹ്മാൻ മുസ്ലിയാർ വഫാത്താവുകയാണ്. അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഒരു കാര്യം മനസ്സിലാക്കണം, റജബ് അള്ളാഹുവിൻ്റെ മാസമാണ്. പല മഹാന്മാരും റജബ് മാസത്തിൽ മരിച്ചു പോകണമെന്ന് ദുആ ചെയ്തിട്ടുണ്ട്, റബ്ബേ ഞങ്ങളെ റജബിൽ മരിപ്പിക്കണേ എന്ന്. തിങ്കളാഴ്ച രാവിലോ പകലിലോ, വെള്ളിയാഴ്ച രാവിലോ പകലിലോ വഫാത്താകുന്നത് നല്ല മരണത്തിൻ്റെ അടയാളമാണെന്ന് ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള മഹാരഥന്മാർ രേഖപ്പെടുത്തിയിട്ടില്ലേ? നല്ല മാസം, നല്ല രാവ്, അതോടൊപ്പം തന്നെ മക്കൾ കൊടുത്ത സംസം കുടിച്ച് അവർ ചൊല്ലിക്കൊടുത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ആവർത്തിച്ച് ചൊല്ലിയിട്ടാണ് UM ഉസ്താദ് വഫാത്തായി പോയത്. സമസ്തയുടെ വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ കഴിഞ്ഞു പോയ എല്ലാ മഹാരഥന്മാർ, സ്വാലിഹീങ്ങൾ, ഷെയ്ഖുന ശംസുൽ ഉലമ, കണ്ണിയത്ത് ഉസ്താദ്, പ്രഗത്ഭരായ നമ്മുടെ മുൻഗാമികളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇത് ഞങ്ങൾക്കൊക്കെ സത്യത്തിൽ അത്ഭുതം തോന്നാറുണ്ട്. കാരണം ഞങ്ങളൊക്കെ പലയിടത്തും പ്രഭാഷണത്തിന് ചെല്ലുമ്പോൾ ഞങ്ങൾ ചോദിക്കും, എന്താ ഇവിടെ പറയേണ്ടത്? സമസ്ത പറയണം. സമസ്ത പറയണമെന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? നമ്മുടെ ഉസ്താദുമാരെ കുറിച്ച് പറയണം, അവരുടെ സൂക്ഷ്മമായ ജീവിതം പറയണം, അവരുടെ കറാമത്തുകൾ പറയണം, അവരെങ്ങനെയാണ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയത് എന്ന് പറയണം. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരും മരിച്ചു പോയാലും, ഈ അടുത്താണ് ഷെയ്ഖുന മാണിയൂർ ഉസ്താദ് വഫാത്തായത്. ബഹുമാനപ്പെട്ട ഈ അടുത്ത കാലഘട്ടങ്ങളിൽ മരണപ്പെട്ടു പോയ ഒരുപാട് മഹാരഥന്മാർ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന ചെറുവാളൂർ ഉസ്താദ്, ഷെയ്ഖുന MM ഉസ്താദ് മുഹിയുദ്ദീൻ മൗലവി ആലുവ, ബഹുമാനപ്പെട്ട മഹാനായ ഷെയ്ഖുന കോയക്കുട്ടി ഉസ്താദ്, ബഹുമാനപ്പെട്ട ഖാസിം ഉസ്താദ് കാസർകോട്ടെ, നിരവധി പ്രഗത്ഭരായ മഹാരഥന്മാർ, നമ്മുടെ മലപ്പുറം ജില്ലയുടെ സമസ്തയുടെ അമരക്കാരനായിരുന്ന ഷെയ്ഖുന കുഞ്ഞാണി ഉസ്താദ്, അങ്ങനെ എത്ര ഓരോരുത്തരെ പറഞ്ഞാലും പല ആളുകളെയും വിട്ടുപോകും. ഒക്കെ അത്ഭുതമാണ്. സഹോദരങ്ങളെ, സുജൂദിലായി കടന്ന് മരണപ്പെട്ടവർ, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മരിച്ചുപോയവർ, പള്ളിയിൽ നിസ്കാരത്തിൽ മരണപ്പെട്ടു പോയവർ, നോമ്പുകാരായി മരണപ്പെട്ടു പോയവർ, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ മരിച്ചുപോയവർ, വുളൂഓടുകൂടെ മരണപ്പെട്ടു പോയവർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിച്ചുപോയവർ, ഇത് തന്നെയാണ് ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ സമസ്തക്ക് പറയാനുള്ളത്. ഇവരാരും ഒരു ത്വരീഖത്തിലും പോയി, ഒരു കള്ളത്വരീഖത്തിലും പോയി കുടുങ്ങിയവരല്ല. അവരുടെ ത്വരീഖ് സമസ്തയായിരുന്നു. ഷെയ്ഖുന MM ഉസ്താദ് മുഹിയുദ്ദീൻ മൗലവി ആലുവ ത്വരീഖത്തിനെതിരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനിച്ചപ്പോൾ അതിനെതിരെ ശക്തമായി സമസ്തയുടെ വേദികളിൽ ആഞ്ഞടിച്ച പ്രഭാഷണം നടത്തി ഉമ്മത്തിനെ ബോധവൽക്കരിച്ചയാളായിരുന്നു MM ഉസ്താദ്. ആലുവ ത്വരീഖത്തിന്റെ ആളുകൾ ആകെ ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുക്കാറുള്ളത് പുഞ്ചിരിച്ചുള്ള മരണം, അതിന് വേണോ ഞങ്ങളെ ഷെയ്ഖിനെ ബയ്യത്ത് ചെയ്യണം. ഇപ്പോഴും അവരുടെ വഴി അതാ, അവരുടെ മകനെ ബയ്യത്ത് ചെയ്യണം, ഷെയ്ഖിന്റെ മകൻ. അത് ജാതി മത ഭേദമന്യേ ആര് വന്ന് ബയ്യത്ത് ചെയ്താലും പുഞ്ചിരി മരണം കിട്ടും എന്ന അവരുടെയൊക്കെ വാഗ്ദാനം. സുബ്ഹാനല്ലാഹ്. അങ്ങനെയൊക്കെയാണോ മുസ്ലിങ്ങളുടെ വിശ്വാസം? അങ്ങനെയൊക്കെയാണോ? മതമേതായാലും ശരി, ഷെയ്ഖിനെ ബയ്യത്ത് ചെയ്താൽ മതി, എന്നാൽ പുഞ്ചിരിച്ച് മരണം കിട്ടുമെന്ന ഈ വിദണ്ഡവാദങ്ങൾ ഒക്കെ ഉന്നയിക്കുന്ന ഇത്തരത്തിലുള്ള കള്ളത്വരീഖത്തുകാർ, അന്ന് ഇവർ പറഞ്ഞു അവരുടെ ഷെയ്ഖിനെതിരെ, ആലുവ ഷെയ്ഖിനെതിരെ, ആലുവ ത്വരീഖത്തിനെതിരെ MM ഉസ്താദ് ആഞ്ഞടിച്ചപ്പോൾ ഇയാളുടെ ആഖിബത്ത് മോശാവും. ബഹുമാനപ്പെട്ട MM ഉസ്താദ് അന്ത്യവിശ്രമം കൊള്ളുന്നത് നമ്മുടെ ജില്ലയിലാണ്, മലപ്പുറം ജില്ലയിലെ ഇരിങ്ങാട്ടിരിയിലാണ്.
മഹാനവറുകൾ തൃശ്ശൂർ ജില്ലയിലും എറണാകുളം ജില്ലയിലും അവിടങ്ങളിലൊക്കെ സേവനം ചെയ്തു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ ഇരിങ്ങാട്ടിരിയിലാണ് ബഹുമാനപ്പെട്ടവർ അന്ത്യവിശ്രമം കൊള്ളാൻ കണക്കാക്കിയത്. വഫാത്താകുന്ന ദിവസം മലപ്പുറം ജില്ലയിലെ ഉസ്താദുമാര് നല്ല ഒരു രാവായിരുന്നു, നല്ല ഒരു രാത്രിയായിരുന്നു, കാണാൻ വേണ്ടി ചെല്ലുകയാണ്. ഗേറ്റ് കടന്ന് ചെല്ലുമ്പോൾ വീട്ടിൽ നിന്ന് പരിശുദ്ധമായ കലിമ, ഗാംഭീര്യമുള്ള ശബ്ദമായിരുന്നു എം എം ഉസ്താദിൻ്റേത്. അവർ കേൾക്കുകയാണ്. നല്ല ഉറക്കെ ഗേറ്റ് തുറന്നപ്പോഴേക്ക് വീട്ടിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉറച്ച ശബ്ദത്തോടുകൂടെ എം എം ഉസ്താദ് കലിമ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഉസ്താദുമാര് കയറി ചെന്നു. അവർ സലാം ചൊല്ലി, സലാം അടക്കി. പിന്നെയും ദിക്ർ തന്നെ, മറ്റ് സംസാരങ്ങളൊന്നുമില്ല. അവരുടെ സാന്നിധ്യത്തിലാണ്, ആ ഉസ്താദുമാരുടെ സാന്നിധ്യത്തിലാണ് ആവർത്തിച്ച് നിരവധി തവണ ഉറക്കെ തന്നെ കലിമ ചൊല്ലിയിട്ട് ആ പുണ്യപൂമാൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയത്. മഹാനായ ശൈഖുന എം എം ഉസ്താദ് പറയാറുണ്ട്, എൻ്റെ ത്വരീഖ് സമസ്തയാണ്, മറ്റൊരു ത്വരീഖത്തും എനിക്കില്ല. ആഖിബത്ത് നന്നായി. ഇനി ഇതിനപ്പുറം എന്ത് ഉദാഹരണങ്ങൾ പറയണം? ഈ പരിശുദ്ധമാക്കപ്പെട്ട റജബ്, ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദറജ ഉയർത്തി കൊടുക്കട്ടെ, റജബിൻ്റെ 1-ാം രാവിലാണ് വഫാത്താകുന്നത്. റജബ് അതിലെ 1-ാം രാവ്, അന്ന് വെള്ളിയാഴ്ച രാവ്, പാണക്കാട്ട നൂർമഹലിൽ നിന്ന് ഇശാ നിസ്കരിച്ചതിന് ശേഷം ദേഹാസ്വസ്ഥ്യം കൂടിയപ്പോ ഉമർ അലി ശിഹാബ് തങ്ങൾ ആ കറുത്ത തൊപ്പി തലയിലേക്ക് വെച്ചു. അൽ ഫാത്തിഹ. നമ്മളൊക്കെ പാണക്കാട്ടേക്ക് പോയാൽ പാണക്കാട്ട സാദാത്തുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചികിത്സാ രീതിയാണത്. എന്ത് വേദന പറഞ്ഞാലും വേവലാതി പറഞ്ഞാലും അൽ ഫാത്തിഹ, ഒരു ഫാത്തിഹ വിളിച്ച് ഓതാറുണ്ട്. ഉമർ അലി ശിഹാബ് തങ്ങൾ അങ്ങനെ എത്ര ഫാത്തിഹ ഓതി ദുആ ചെയ്ത് തന്നിട്ടുണ്ട് നമുക്കൊക്കെ വേണ്ടി. അവസാനത്തെ ഫാത്തിഹ എന്തിനു വേണ്ടി? തങ്ങളുപ്പാപ്പ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. തങ്ങൾ തന്നെ ദുആ ചെയ്തു. വാഹനത്തിലേക്ക് കയറി. പിന്നെ പോകുന്ന സമയത്ത് ദുന്നവിയായ സംസാരങ്ങളൊന്നുമില്ല. പിന്നെ ഓരോ ശ്വാസത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ശ്വാസം വലിഞ്ഞു മുറുകുമ്പോഴും അല്ലാ അല്ലാ അല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ വെള്ളിയാഴ്ച രാവ്, റജബിലെ 1-ാമത്തെ രാവ്, ശ്രേഷ്ഠമായ രാത്രി, അവസാനത്തെ ശ്വാസത്തിലും ദിക്ർ ചൊല്ലിക്കൊണ്ട്, കലിമ ചൊല്ലിക്കൊണ്ട് മഹാനായ പാണക്കാട്ട് മുത്തുമോൻ എന്നറിയപ്പെട്ട സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോവുകയായിരുന്നു. എന്തായിരുന്നു അവരുടെ രീതി? ഇത് ശഅബാൻ മാസമാണ്. പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ആണ്ട് മാസമാണ്. ഈ ശഅബാനിലല്ലേ വഫാത്തായത്? ശഅബാൻ 2-ന്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയത് ശഅബാനു ശരീഫിലല്ലേ? ഈ മഹാന്മാരുടെ ഒക്കെ നിലപാടെന്തായിരുന്നു? സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ അവസാനത്തെ ഹജ്ജിന് പോയി. ഹറമിൽ വെച്ചാണ് വഫാത്തായത്. ലക്ഷക്കണക്കിന് ആളുകളുടെ ജനാദ നിസ്കാരം നേടി മക്കയിലെ ജന്നത്തുൽ മുഅല്ല എന്ന ഖബർസ്ഥാനിലാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇവരൊക്കെ ഔലിയാക്കളായിരുന്നു. ഇവരൊക്കെ സുന്നത്ത് ജമാഅത്ത് കറകളഞ്ഞ സുന്നി, അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിലപാടായിരുന്നു. ഇവർ മൗലിദോദിയവരായിരുന്നു. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ അവസാനത്തെ ഹജ്ജിന് പോകുമ്പോൾ യാത്ര അയക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. സമസ്തയുടെ ഉലമാക്കളുണ്ട്, നാട്ടുകാരുണ്ട്, അയൽക്കാരുണ്ട്, പാർട്ടി പ്രവർത്തകരുണ്ട്, പലരുമുണ്ട്. കുടുംബത്തിലെ തങ്ങന്മാരുണ്ട്. തങ്ങളുപ്പാപ്പ ഒരുങ്ങിയിറങ്ങി. എന്നിട്ട് പറഞ്ഞു, നമുക്ക് മങ്കൂസ് മൗലിദ് ഓതണം, അഷ്റഖ് ബൈത്ത് ചൊല്ലണം, ദുആ ചെയ്യണം, എന്നിട്ട് വേണം പുറപ്പെടാൻ. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. കയ്യും കണക്കില്ലാതെ ഞാൻ കുറ്റമനവധി ചെയ്തു പോയി, അങ്ങയോടാണ് അവലാതി പറയുക ഖൈറൻ നബി. അസ്സലാത്തു അലൻ നബി
വസ്സലാമു അലർ റസൂൽ അഷ്ഫീഇൽ അബ്തഹി വൽ ഹബീബിൽ ആറബി. അവിടുത്തെ പിതാമാന വല്ലിപ്പയെ വിളിച്ച് ഇർത്തഖബ്തു പാടിയിട്ടാണ്, അഷ്റഖ ബൈത്ത് ചൊല്ലിയിട്ടാണ് യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും. ഇത് ചൊല്ലിയിട്ടാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ഹജ്ജിന് പോയത്. ഈ ഇർത്തഖബ്തു പാടിയിട്ട് മങ്കൂസ് മൗലിദ് ഷിർക്കാണെന്ന് പറയുന്ന വഹാബികളെ, മങ്കൂസ് മൗലിദ് തെറ്റാണ് ബിദ്അത്താണെന്ന് പറയുന്ന മൗദൂദികളെ, അഷ്റഖ ബൈത്ത് ചൊല്ലിയാൽ യാ നബി സലാം എന്ന് മുത്തുനബിയെ വിളിച്ച് സലാം ചൊല്ലിയാൽ അത് ഷിർക്കാണെന്ന് എഴുതുകയും പറയുകയും പ്രചാരണം നടത്തുകയും ചെയ്യുന്ന, അതുകൊണ്ട് തന്നെ മൗലിദ് അഷ്റഖ ബൈത്ത് ചൊല്ലിയവര്, ഇർത്തഖബ്തു പാടിയവര്, ഹദ്ദാദ് ചൊല്ലിയവര്, മജ്ലിസുന്നൂർ നടത്തിയവര്, ഖുത്ബിയത്ത് ചൊല്ലിയവര് മക്ക മുശ്രിക്കുകളെക്കാൾ, ലോകത്തെ സകല മുശ്രിക്കുകളെക്കാൾ, കുഫാറിനേക്കാൾ വലിയ കാഫിറുകളാണ്, മുശ്രിക്കുകളാണ് എന്ന് ഇപ്പോഴും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ, ബാഫഖി തങ്ങൾ ആരായിരുന്നു നിങ്ങൾ വ്യക്തമാക്കണം. പൂക്കോയ തങ്ങൾ ആരായിരുന്നു പറയണം. ശിഹാബ് തങ്ങൾ ആരായിരുന്നു പറയണം. ഹൈദർലി ശിഹാബ് തങ്ങൾ ആരായിരുന്നു. മഹാനായ ഉമർലി ശിഹാബ് തങ്ങൾ ആരായിരുന്നു. എന്താ നിങ്ങളുടെ കാഴ്ചപ്പാട്? അവരൊക്കെ നൂല് മന്ത്രിച്ചു കൊടുത്തവരായിരുന്നു, തകിടെഴുതിയവരായിരുന്നു, ഉറുക്കു കൊടുത്തവരായിരുന്നു, അസ്മായിന്റെ ചികിത്സ നടത്തിയവരായിരുന്നു. നിങ്ങൾ പറയുന്ന ഈ ബിദ്അത്തുകാര്, ഈ വഹാബികൾ, മൗദൂദികൾ, ഇവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഖുറാഫാത്തുകളൊക്കെ നടത്തി വന്നവരായിരുന്നു അവര്. ആ മഹാന്മാരെങ്ങനെയാണ് മരണപ്പെട്ടത്? അവർക്കൊരു നിലപാടുണ്ടായിരുന്നു. ആ നിലപാടിന്റെ കൂടെയാണ് സമസ്ത. ആ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പുറകോട്ട് പോകാൻ തയ്യാറാവാതിരിക്കുന്നവരാണ് സമസ്തയെ നെഞ്ചേറ്റി ആദർശ വിശുദ്ധിയുടെ നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്നത്. അത് പറയുമ്പോൾ ചില ആളുകൾക്ക് ദഹനക്കേടുണ്ടാവുകയാണ്. അതാർക്കാണ് ആ ദഹനക്കേട്? ഈ നന്മകളൊക്കെ ഇല്ലാതാവണമെന്ന് ആഗ്രഹിക്കുന്നവർ. അവരല്ലേ തങ്ങന്മാരെ നിന്ദിക്കുന്നത്? ആരെയാണ് പാണക്കാട് വിരോധികൾ എന്ന് പറയുന്ന മുദ്ര കുത്തേണ്ടത്? സമസ്തയിലെ ഏതെങ്കിലും ആളുകളെയാണോ? അല്ലെങ്കിൽ സുന്നി പക്ഷത്തുള്ള ആളുകളെയാണോ? സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെയാണോ? യഥാർത്ഥത്തിൽ ആരാണ് പാണക്കാട് വിരോധികൾ? ഇവിടത്തെ വഹാബികളല്ലേ, മൗദൂദികളല്ലേ, ബിദ്അത്തുകാരല്ലേ? നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ അവരൊക്കെ അവരുടെ ചെണ്ട മുഴക്കുമ്പോ, മദ്ദളം മുട്ടുമ്പോ, കവലകളിൽ വന്നിട്ട് ആക്രോശിക്കുമ്പോ അവരോട് ഇത് പറഞ്ഞു കൊടുക്കാൻ എന്തേ ആളില്ലാതെ പോയത്? പരപ്പനങ്ങാടി കടപ്പുറത്ത് പഴം മന്ത്രിച്ചു വറുതിയുടെ കാലഘട്ടത്തിൽ പൂക്കോയ തങ്ങളും ശിഹാബ് തങ്ങളും ചെയ്തിരുന്ന കാര്യം മുനവ്വർലി ശിഹാബ് തങ്ങൾ ചെയ്ത്, അപ്പോ അത് പത്രത്തിലും സോഷ്യൽ മീഡിയയിലൊക്കെ വന്നപ്പോ ഒറിജിനൽ മൗദൂദിസ്റ്റായ ഓ അബ്ദുള്ള അയാൾ പ്രസംഗിച്ചു. അയാൾ സോഷ്യൽ മീഡിയയിൽ വന്നു, എഴുതി, ഫേസ്ബുക്കിലിട്ടു. എന്താ പറഞ്ഞത്? മുനവ്വർലി ശിഹാബ് തങ്ങളെ ശബരിമലയിലെ മേൽശാന്തിയാക്കണം. എത്ര കടുത്ത ആരോപണമാണ് പറഞ്ഞത്, ഉന്നയിച്ചത്. ആ ഓ അബ്ദുള്ളക്ക് സ്റ്റേജും പേജും കൊടുക്കുന്ന ആളുകൾ, ആ ഓ അബ്ദുള്ളയെ പോലെയുള്ള ആളുകളെ, ഈ ഉമ്മത്തിന്റെ ഭാവി നിർണയിക്കുന്ന കസേര ഇട്ടുകൊടുത്ത ആളുകൾ, അവരുപദേശിച്ചു അയാളോട്. വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. നേരത്തെ ബഹുമാനപ്പെട്ട വാക്കോട് ഉസ്താദ് പറഞ്ഞില്ലേ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പടിയടച്ച് പിണ്ടം വെച്ച് മാറ്റി നിർത്തപ്പെട്ട ചില സംവിധാനത്തിന്റെ, വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ആളുകൾ പോലും ഒരു ഘട്ടത്തിൽ ഈ ഓ അബ്ദുള്ളയെ അവരുടെ ഉപദേശക സമിതി സ്ഥാനത്തേക്ക്, അവരുടെ ചില കമ്മിറ്റികളിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓ അബ്ദുള്ള അന്നും ഇന്നും നിലപാട് മാറ്റിയിട്ടുണ്ടോ? ഇത് പിൻവലിച്ചിട്ടുണ്ടോ? അവരൊക്കെയാണ് വലിയ വിദ്യാഭ്യാസവും കാഴ്ചപ്പാടും നിരീക്ഷണവും നടത്തുന്ന ആളുകളെന്ന് വിശ്വസിച്ച് അവരോടൊക്കെ ഓശാന പാടുന്നവർ. എൻ്റെ ശബ്ദം കേൾക്കുന്ന നിഷ്പക്ഷമതികളായ നാട്ടുകാരാണ് വിലയിരുത്തേണ്ടത്. ആരാ പാണക്കാട് വിരോധികൾ? നമ്മുടെ ഈ ജില്ലക്കാരനാണ് മുജാഹിദ് നേതാവായ മൗലവി സുഹൈർ ചുങ്കത്തറ. അയാള് ആക്ഷേപിച്ചു ആരെ? പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ.
ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന നാനാജാതി മതവിഭാഗക്കാരും എല്ലാ പക്ഷത്തും എല്ലാ കക്ഷികളും ആദരിച്ച മഹാനായ സയ്യിദായിരുന്നില്ലേ ശിഹാബ് തങ്ങൾ, പാണക്കാട് ശിഹാബ് തങ്ങൾ. ആ ഒരേ ഒരു പേരുകൊണ്ട് ലോകത്ത് മുഴുവനും അറിയപ്പെട്ട മഹാനായ സയ്യിദ്. എന്തിനാ ആക്ഷേപിച്ചത്? സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, മാതാ അമൃതാനന്ദമയി ദേവി, ശ്രീ 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 രവിശങ്കർ. എന്നിട്ട് ഈ മൗലവി ആക്ഷേപിച്ചത് എന്താണെന്നറിയോ? ഇത് അവരുടെ മാതാപിതാക്കൾ ഇട്ടുകൊടുത്ത പേരല്ല. തലപ്പത്തും വാലിലുമുള്ള ഇതൊന്നും അവരുടെ മാതാപിതാക്കൾ ഇട്ടുകൊടുത്ത പേരല്ല. ഇത് ആത്മീയത ചൂഷണം ചെയ്യുന്ന ആൾ ദൈവങ്ങളാകുന്ന പൗരോഹിത്യത്തിന്റെ പേരുകളാണ്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് സയ്യിദ് എന്നും തങ്ങള് എന്നും തങ്ങളുപ്പാപ്പ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് ഇവർക്ക് അലർജിയാണ്. അതിനെന്തിനാ മറ്റു മതക്കാരെ കൂടെ ആക്ഷേപിക്കുന്നത്? അതിന് ശ്രീ 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 രവിശങ്കരെ, മാതാ അമൃതാനന്ദമയി ദേവിയെ അവരൊക്കെ ആക്ഷേപിക്കുന്നത് എന്തിനാ? ഞാനൊന്ന് ചോദിക്കട്ടെ ഈ മൗലവിയോട്. നോട്ടീസിൽ ഞങ്ങളൊക്കെ കാണാറുണ്ട് മൗലവി സുഹൈർ ചുങ്കത്തറ. നിങ്ങളെ വേദിയിലേക്ക് വിളിക്കുന്നത് കേൾക്കാറുണ്ട്. സുഹൈർ മൗലവി സാഹിബ് അടുത്ത് പ്രഭാഷണം നടത്തുന്നു എന്നൊക്കെ. സുഹൈർ മൗലവിയോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് മാതാപിതാക്കൾ ഇട്ടു തന്ന പേരാണോ അത്? സുഹൈർ എന്ന് ഒരു പക്ഷേ പേരിട്ടിട്ടുണ്ടാകും. മൗലവി ആരിട്ട പേരാ? മൗലവി സാഹിബ് ആര് മാതാപിതാക്കൾ ഇട്ടു തന്നതാണോ? നിങ്ങളുടെ അനുയായികൾ നിങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് വിളിക്കുന്ന പേരല്ലേ മൗലവി, മൗലവി സാഹിബ് എന്നൊക്കെ. ഏതെങ്കിലും കോളേജിൽ നിന്ന് ബിരുദം കിട്ടിയതുമല്ലല്ലോ മൗലവി എന്നത്. ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കളെ സയ്യിദ് എന്ന് വിളിക്കും, തങ്ങളുപ്പാപ്പ എന്ന് വിളിക്കും, സയ്യിദുൽ ഉലമ എന്ന് വിളിക്കും, ഷംസുൽ ഉലമ എന്ന് വിളിക്കും, റയീസുൽ മുഹഖ്ഖീൻ എന്ന് വിളിക്കും, ശൈഖുന എന്ന് വിളിക്കും. ഇത് ഞങ്ങളുടെ ആത്മീയതയുടെ മഹബത്ത് കൊണ്ട്, ബഹുമാനം കൊണ്ടാണ്. ഇതാണ് ആത്മീയത. ഇത് മുത്തുനബിയുടെ കാലഘട്ടം മുതൽ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ടുണ്ട്, സ്വഹാബത്തിൽ മഹാന്മാരെ വിളിച്ചിട്ടുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ എന്തൊക്കെ മനോഹരമായ പേരുകൊണ്ട് വിളിച്ചിട്ടുണ്ട്. അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിച്ചിട്ടില്ലേ? മഹാനായ സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ എന്തൊക്കെ മനോഹരമായ പേരുകൊണ്ട് വിളിച്ചിട്ടുണ്ട്. ഉമർ എന്നത് മാത്രമല്ല അവരുടെ പേര്, ഫാറൂഖ് എന്നത് അത് ആ സ്നേഹത്തോടെ മുത്തുനബി ഉൾപ്പെടെയുള്ളവർ വിളിച്ചു കൊടുത്ത സ്ഥാനപ്പേരല്ലേ. ഇങ്ങനെ ഇമാമിങ്ങൾക്ക്, സ്വാലിഹീങ്ങൾക്ക്, മുൻഗാമികൾക്കൊക്കെ ബഹുമാനത്തിന്റെ പേരുണ്ടാകും. ഇതൊന്നും ഇവർക്ക് സഹിക്കൂല. വഹാബികൾക്ക് ബഹുമാനിക്കാൻ പാടില്ല, തങ്ങന്മാരെ ബഹുമാനിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് പാണക്കാട്ട തങ്ങന്മാരെ ബഹുമാനിക്കാൻ പാടില്ല. നമ്മൾ തങ്ങന്മാരെ കൈപിടിച്ച് മുത്താറുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണമായ പ്രബോധനത്തിൽ പച്ച മലയാളത്തിൽ അച്ചുനിരത്തിയത് എന്താ? ഈ തങ്ങന്മാരെ കൈ മുത്തുകയല്ല വേണ്ടത്, അവരുടെ കൈ ഛേദിച്ചു കളയുകയാണ് വേണ്ടത്. ഇതാ അവരുടെ നിലപാട്, ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട്, മൗദൂദികളുടെ നിലപാട്. ഇവരുടെ കൈ കപട സ്നേഹമുണ്ടല്ലോ. യഥാർത്ഥത്തിലെ പാണക്കാട്ട വിരോധികൾ ആരാ നമ്മൾ മനസ്സിലാക്കണം. ഈ കൊല്ലവും ബൈത്തുസ് സക്കാത്തുമായി ജമാഅത്തെ ഇസ്ലാമി രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. ബൈത്തുസ് സക്കാത്തിന്റെ സഞ്ചിയുമായി കഴിഞ്ഞ കൊല്ലം ബൈത്തുസ് സക്കാത്തിന്റെ സഞ്ചിയുമായി വന്നപ്പോ സമസ്തയുടെ പ്രവർത്തകർ പിടികൂടി. കാരണം ആ വേളയിലാണ്, കഴിഞ്ഞ ഈ റമദാനിന്റെ മുമ്പുള്ള ഈ കാലയളവിലാണ് SKSSFന്റെ നേതൃത്വത്തിൽ വളരെ വ്യാപകമായി ആദർശം അമാനത്താണ് എന്ന പ്രമേയത്തിൽ ആദർശ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. 100 കണക്കിന് മേഖലകളിൽ, ക്ലസ്റ്ററുകളിൽ അതേപോലെ വ്യാപകമായി ആദർശ സമ്മേളനങ്ങൾ നടന്നപ്പോൾ ആദർശവേദികളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ചതി പൊതുസമൂഹത്തിന്റെ മേൽ തുറന്നു കാണിച്ചു. കാരണം ബൈത്തുസ് സക്കാത്ത്, ബൈത്തുൽ മാല് വേറുണ്ട് ജമാഅത്തേരെ സക്കാത്ത് വാങ്ങാൻ. ബൈത്തുസ് സക്കാത്ത് എന്തിനാ? ജമാഅത്തുകാരല്ലാത്ത നാട്ടിലെ മുതലാളിമാരുടെ സക്കാത്തിന്റെ ഫണ്ട് വാങ്ങാൻ. ജമാഅത്തുകാരാ ആരാ സക്കാത്തിന്റെ അവകാശി? സക്കാത്ത് ദീനിൽ നിർബന്ധമായ ഒരു കാര്യമല്ലേ? അതിന്റെ അവകാശികൾ ആരാ? ഖുർആൻ പറഞ്ഞിട്ടില്ലേ? 8 വിഭാഗം ആളുകളല്ലേ? 8 വിഭാഗം സംവിധാനങ്ങളാണോ? 8 വിഭാഗം സ്ഥാപനങ്ങളാണോ? പച്ച മനുഷ്യരല്ലേ അതിന്റെ അവകാശികൾ? ഇന്ന് നമ്മുടെ നാട്ടിലെ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളിൽ അതിൽ 5 വിഭാഗം ആളുകളാണ് ഉള്ളത്. നാട്ടിലെ ഫക്കീർമാരാണ് അതിന്റെ അവകാശികൾ, മിസ്കീന്മാരാണ് അതിന്റെ അവകാശികൾ. അതേപോലെ കടം കൊണ്ട് വരഞ്ഞവര്, ഹലാലായ യാത്രക്കാരെ പോലെയുള്ള ആളുകൾ അതിന്റെ അവകാശികൾ. മനുഷ്യരാണ്. സമസ്ത 47 കോടി രൂപ പിരിച്ചു, 1 രൂപ സക്കാത്തിന്റെ ഫണ്ട് വാങ്ങിയിട്ടില്ല. നമ്മുടെ പള്ളിപ്പണി നടക്കാറുണ്ട്, മദ്രസ പണി നടക്കാറുണ്ട്, അതേപോലെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഫണ്ട് പിരിക്കാറുണ്ട്.
₹1 സക്കാത്തിന്റെ ഫണ്ട് വാങ്ങാറില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യമല്ലേ, പള്ളിപ്പണി സക്കാത്ത് കൊടുത്തൂടെ? പറ്റോ? മദ്രസക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? അറബി കോളേജിന് പറ്റുമോ? മറ്റെന്തൊക്കെ സംവിധാനങ്ങളുണ്ട്? സ്ഥാപനങ്ങൾക്ക് പറ്റൂല, പള്ളിക്ക് പറ്റൂല, സംഘടനകൾക്ക് പറ്റൂല, സംവിധാനങ്ങൾക്ക്, അത് വ്യക്തികൾക്ക് കിട്ടേണ്ട അവകാശം. അതിനാ സക്കാത്ത് നിർബന്ധമാക്കിയത്. ബാക്കിയൊക്കെ സ്വതക്കയും സംഭാവനയും ഒക്കെയാ കൊടുക്കേണ്ടത് സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും സംഘടനകൾക്കും സംവിധാനങ്ങളും. ജമാഅത്തുകാരന്റെ സക്കാത്ത് ചെലവാക്കുന്നത് എന്തിനാ? ഇത് ജമാഅത്തുകാർ മറുപടി പറയണം. ജമാഅത്തെ ഇസ്ലാമി സക്കാത്തിന്റെ ഫണ്ട് ചെലവഴിക്കുന്നത് മാധ്യമം പത്രത്തിന്റെ കുത്തിത്തിരിപ്പിന്. ആർക്കാ അറിയാത്തത്? ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം സമുദായത്തിൽ പതിറ്റാണ്ടുകളായി തമ്മിൽ തല്ലിക്കുന്ന കുതന്ത്രങ്ങൾ എവിടെയും അറിയൂലേ? ഞാനതൊന്നും വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പ്രവേശിക്കുകയല്ല. ഈ സമുദായത്തിലെ കുത്തിത്തിരിപ്പിന്റെ കുതന്ത്രത്തിന്റെ പത്രമല്ലേ മാധ്യമം? മാധ്യമത്തിന് സക്കാത്ത്, സോളിഡാരിറ്റിക്ക് സക്കാത്ത്. സോളിഡാരിറ്റി മതസംഘടനയല്ല എന്നാണ് ജമാഅത്തിന്റെ അമീർ പറഞ്ഞത്. സോളിഡാരിറ്റി മതപ്രവർത്തനം നടത്തുന്ന ഒരു ഇസ്ലാമിക പ്രസ്ഥാനമല്ല. പേരിലും ലക്ഷ്യത്തിലും അജണ്ടയിലും ഒന്നും. പിന്നെ സോളിഡാരിറ്റിക്ക് എങ്ങനെ നിങ്ങൾ സക്കാത്ത് വാങ്ങാ? മീഡിയ 1 ചാനലിനാ സക്കാത്ത്. നേരത്തെ വാക്കോട് ഉസ്താദ് പറഞ്ഞില്ലേ, കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന, സമുദായത്തെ തമ്മിലടിപ്പിക്കുന്ന, അനൈക്യമുണ്ടാക്കുന്ന പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുന്ന, അതിനുവേണ്ടി പലതരത്തിലുള്ള ഏർപ്പാടുകളും ഗൂഢാലോചനകളും നടത്തുന്ന മീഡിയ 1 സക്കാത്ത്. ഇതെങ്ങനെ സ്വഹിയാവുക? ഏത് ഖുർആൻ കൊണ്ട്, ഏത് ഹദീസ് കൊണ്ട്, ഏത് ഫിഖ് കൊണ്ട്, ഏത് ഇമാമിൻ്റെ പ്രമാണം കൊണ്ടാണ് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുക? പച്ചയായ ഖുർആന് വിരുദ്ധം, ദീനീ വിരുദ്ധം, പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി സക്കാത്തിന്റെ ഫണ്ട് കട്ടുകൊണ്ടുപോകാനുള്ള ഈ കള്ളത്തരത്തെ കഴിഞ്ഞ കൊല്ലം പിടികൂടിയപ്പോൾ അവർ ഉദ്ദേശിച്ചതുപോലെ വിജയിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പം ഇപ്രാവശ്യം സഞ്ചിയും തൂക്കി ഇറങ്ങി വരുന്നുണ്ട് സക്കാത്ത് വാങ്ങാൻ. ഈ ഉമ്മത്ത് കൊടുക്കുവോ? ഈ പട്ടർക്കുളത്തുള്ള ആരെങ്കിലും ജമാഅത്തെ ഇസ്ലാമിക്ക് സക്കാത്ത് കൊടുക്കുവോ? പക്ഷെ ഇവർക്കറിയാം, കുറേ സാധാരണക്കാർ, ഗൾഫുകാരും മറ്റുമൊക്കെ നാട്ടിലൊന്നും ബന്ധമില്ലാത്ത കുറേ ആളുകളുണ്ടാവും. സക്കാത്ത് എവിടെയെങ്കിലൊക്കെ കൊടുത്ത് തീർക്കുക എന്നുള്ള നിലക്ക് അവരുടെയൊക്കെ ഈ കുതന്ത്രത്തെ, ഇതൊക്കെ ചോദ്യം ചെയ്യാനാ സമസ്ത ആദർശം പറയുന്നത്. അതിനാ സമസ്ത ഇവിടെ നിലനിൽക്കുന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ്റെ ലക്ഷ്യം എന്താണെന്നറിയോ? ഇവർക്ക് തങ്ങന്മാർ തന്നെ ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് നല്ല സ്വാധീനമുള്ള സാദാത്തുക്കളും തങ്ങന്മാരും അവരൊക്കെ ഈ ആത്മീയ രംഗത്ത് നിലനിൽക്കാൻ പാടില്ല. തങ്ങന്മാർ അവർ ചരടൂതി കൊടുക്കാനോ, ഏലസ് കൊടുക്കാനോ, പിഞ്ഞാണം എഴുതി കൊടുക്കാനോ, വെള്ളം മന്ത്രിച്ചു കൊടുക്കാനോ, ആത്മീയ ചികിത്സ നടക്കാനോ, അതേപോലെ ഈ മജ്ലിസുൻ നൂർ, ഹദ്ദാദ്, മൗലിദ് പോലുള്ള ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ അവർ മാറണം. ആത്മീയത ഇല്ലാതാവണം, സുന്നത്ത് ജമാഅത്ത് ഇല്ലാതാവണം. അതിന് ജനാംഗീകാരമുള്ള സാദാത്തുക്കളെയൊക്കെ അവരിൽ നിന്ന് സുന്നത്ത് ജമാഅത്ത് ഊരി മാറ്റിയിട്ട് ഇവിടെ കുതന്ത്രം ചമയുന്ന ആളുകളുടെ ഈ കുതന്ത്രത്തിന്റെ അതിൻ്റെ തുടക്കം മുതൽ തന്നെ വേരോടെ പിടികൂടാൻ സമസ്തയും SKSSവും ജാഗ്രതയോടുകൂടെ ഇവിടെ നിലനിൽക്കുമ്പോൾ അവർക്ക് വലിയ അസ്വാരസ്യവും ചൊറിച്ചിലും അലർജിയും പല കോപ്രായങ്ങളും അതിൻ്റെ പേരിൽ അവർ കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവരാണ് നേരത്തെ ബഹുമാനപ്പെട്ട വാക്കോട് ഉസ്താദ് പറഞ്ഞതുപോലെ നമുക്കിടയിലും പല തെറ്റിദ്ധാരണകളും സംശയങ്ങളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ കുതന്ത്രത്തെ അത് തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചാൽ ഇസ്സത്തോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരു കാര്യം ഉറപ്പാണ്, ഈ ഉമ്മത്തിൻ്റെ ഈ ആത്മീയതയെ തകർക്കാൻ നമ്മൾ നിലനിർത്തിക്കൊണ്ടുവന്ന, നമ്മുടെ മുൻഗാമികൾ ഇവിടെ ഇസ്സത്തോടുകൂടെ നിലനിർത്തിക്കൊണ്ടുവന്ന ഈ സുന്നി പാരമ്പര്യത്തെ ഒരിക്കലും നശിപ്പിക്കാൻ ഇവർക്ക് ആർക്കും സാധിച്ചിട്ടില്ല. ആ കാര്യം ഉറപ്പല്ലേ? ഇപ്പോൾ നമുക്കറിയാം, സമസ്തയുടെ ബുക്ക് ഡിപ്പോ, മുഅല്ലിം ബുക്ക് ഡിപ്പോ, മുഅല്ലിം സെൻറ്ററിൻ്റെ പ്രത്യേക പ്രസിദ്ധീകരണശാല, SKSSവിൻ്റെ പ്രസിദ്ധീകരണശാല ഇസ, അതേപോലെ ഒരുപാട് സമസ്തയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ പ്രസിദ്ധീകരണങ്ങൾ നടക്കുന്നു. ഒരുപാട് സംവിധാനങ്ങളിൽ ധാരാളം പ്രിൻറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. സമസ്തക്കാരല്ലാത്തവരും തിരൂരങ്ങാടി ബുക്ക് സ്റ്റാള്, ചന്തപ്പടി ബുക്ക് സ്റ്റാള്, അങ്ങനെ ഒരുപാട് ബുക്ക് സ്റ്റാളുകൾ അവർ പ്രിൻ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എന്താ പ്രിൻ്റ് ചെയ്യുന്നത്? മൗലിദിൻ്റെ കിതാബുകൾ,
313 വക, 7777 വക, 6666 വക അല്ലേ? മജ്ലിസുൻ നൂറിൻ്റെ ഏട്, ഹദ്ദാദിൻ്റെ ഏട്, മാലകള്, മാലപ്പാട്ടുകള്, മൗലിദുകള് എത്രയാണ് പ്രിന്റ് ചെയ്യുന്നത്? ഇത് പ്രിന്റ് ചെയ്ത് തികയുന്നില്ല. എന്തേ വഹാബികളെ, മൗദൂദികളെ, 100 കൊല്ലത്തോളമായി വഹാബികൾ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഉമ്മത്ത് ഇന്നും ഹദ്ദാദും മൗലിദും ഈ പുണ്യമായ കർമ്മങ്ങളും ഒക്കെ ചൊല്ലിയും പാടിയും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾക്ക് മങ്കൂസ് മൗലിദ് മനപ്പാടമായിരുന്നു. ശൈഖുന ശംസുൽ ഉലമ ഒരുപാട് മൗലിദുകൾ എഴുതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ തങ്ങളുടെ മൗലിദ്, അജ്മീർ ഖാജ തങ്ങളുടെ ആണ്ടായിരുന്നു ഈ റജബ് 6-ന്. മുത്തുപ്പേട്ട തങ്ങളുടെ മനോഹരമായ മദ്ഹ് ഖസീദ രൂപത്തിൽ ശംസുൽ ഉലമ എഴുതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ ഒരുപാട് മുൻഗാമികൾ, അഹമ്മദ് കോയ ശാലിയാത്തി തങ്ങൾ ബദരീങ്ങളുടെ നാമങ്ങൾ മുഴുവനും കോർത്തിണക്കിയ ബദരിയത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ചൊല്ലുന്ന ഓരോ മാലകളും മൗലിദുകളും അസ്മാവുകളും, അസ്മാഉൽ ഹുസ്നയും അതിൻ്റെ ബൈത്തുകളും, അസ്മാഉൽ ബദറും അത് ബൈത്തുകളുടെ രൂപത്തിലാക്കിയതും പലതരത്തിലുള്ള മൗലിദുകൾ ശൈഖുന മൗലാന KT ഇമാനു മുസ്ലിയാർ മുത്തുനബിയുടെ മനോഹരമായ മൗലിദ് രചിച്ചിട്ടുണ്ട്. മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മൗലിദുകൾ രചിച്ചിട്ടുണ്ട്. ഒന്ന്, സമസ്തയുടെ പ്രസിഡന്റ്, നമ്മുടെ നായകൻ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ 5ാമത്തെ വല്ലിപ്പ കൊടിഞ്ഞിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ഹുസൈൻ ജിഫ്രി തങ്ങളുടെ മൗലിദ്. ആരാ ഹുസൈൻ ജിഫ്രി തങ്ങൾ? യമനിലാ ജനിച്ചത്, യമനിലാ വളർന്നത്, യമനിലാ പഠിച്ചത്. മമ്പുറത്തെ തങ്ങൾ കത്തയച്ച് വരുത്തിയതാണ്, നിങ്ങൾ ഇങ്ങോട്ട് വരണം. പരപ്പനങ്ങാടിയിൽ വന്ന് കപ്പലിറങ്ങി. പരപ്പനങ്ങാടിയിലെയും കൊടിഞ്ഞിയിലെയും ഖാലിസ്ഥാനം ഏൽപ്പിച്ചു കൊടുത്തു. മമ്പുറം തങ്ങൾ ആത്മീയതയുടെ കിരീടം ചാർത്തിക്കൊടുത്ത കറാമത്തിന്റെ ഉടമയായിരുന്നു മഹാനായ സയ്യിദ് ഹുസൈൻ ജിഫ്രി തങ്ങൾ. ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർക്ക് ശാരീരികമായ ഒരു രോഗം വന്നു. കുഴഞ്ഞുപോയി, തളർന്നുപോയി, നടക്കാനൊന്നും കഴിയാത്ത അവസ്ഥയിൽ നേർച്ചയാക്കിയതാണ് കൊടിഞ്ഞ ഹുസൈൻ തങ്ങളുടെ മൗലിദ് രചിക്കാൻ. നേർച്ചയാക്കി രോഗം മാറി മനോഹരമായ മൗലിദ് രചിച്ചു. ബഹുമാനപ്പെട്ട കോഴിക്കോട് ഖാദി സയ്യിദ് ജമലുല്ലൈലി തങ്ങളുടെ, നമ്മുടെ നേതാവ് SYSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, മജ്ലിസുൻ നൂറിന്റെ സമുന്നതനായ നായകൻ, ബഹുമാനപ്പെട്ട മഹാനായ കോഴിക്കോട് ഖാദിയുടെ പിതാമഹൻ, ഈ കേരളത്തിലേക്ക് കടന്നു വന്ന സയ്യിദ് ഖുത്ബ് ജമലുല്ലൈലി തങ്ങൾ കറാമത്തിലൂടെ കേരളത്തിലേക്ക് വന്ന മഹാന. ആ മഹാനുഭാവന്റെ മൗലിദ് രചിച്ചിട്ടുണ്ട് പാങ്ങുകാരൻ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, സമസ്തയുടെ പ്രസിഡന്റ്. തൻ്റെ സഹോദരൻ, അവരുടെ അനുജന് ജീവിതത്തിൽ വലിയൊരു ബുദ്ധിമുട്ടൊരു പ്രയാസം വന്നപ്പോൾ അതിന്ന് രക്ഷപ്പെടാനാണ് നേർച്ചയാക്കിയത്. ജമലുല്ലൈലി തങ്ങളുടെ പിതാമഹന്റെ മൗലിദ് സയ്യിദ് ഖുത്ബ് ജമലുല്ലൈലി തങ്ങളുടെ മൗലിദ് രചിച്ചു. ആ പ്രയാസത്തിന് രക്ഷപ്പെട്ടു. ഈ ആത്മീയതയാണ് നമ്മുടെ വഴി. തങ്ങന്മാരുടെ, നമ്മുടെ മുൻഗാമികളുടെ, നമ്മുടെ സ്വാലിഹീങ്ങളുടെ, നമ്മുടെ ഉസ്താദുമാരുടെ ഈ ആത്മീയത ഇവിടെ നിലനിൽക്കണം. അതിനാ സമസ്ത. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഈ പുണ്യമായ അമലുകളും നമ്മുടെ ആദർശ വിശുദ്ധിയും ഇവിടെ നിലനിന്ന് പോയാലോ നമുക്കും അവരൊക്കെ മരിച്ചു പോയതുപോലെ മരിച്ചു പോകാം. ഇതിനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എത്ര വലിയ ഗൗരവമാണ് ഈ ബിദ്അത്ത് കൊണ്ടുള്ള അപകടം. എൻ്റെ ഒരു സുഹൃത്ത് ഒരു മഹലിലെ ഖത്തീബ. അപ്പോൾ അവിടെ ഒരു വഹാബി കുടുംബമുണ്ട്. അവരുടെ കുടുംബത്തിന് നിക്കാഹ് വന്നു. അപ്പോൾ അവർക്ക് ആഗ്രഹം, അവരുടെ ആചാരപ്രകാരം നിക്കാഹ് നടക്കണം എന്ന് പറഞ്ഞാൽ ഖുത്ബ അറബിയിലാവാൻ പാടില്ല, മലയാളത്തിൽ ഖുത്ബയൊക്കെ നടത്തി ഒരു പ്രഭാഷണം നടത്തി അവരുടെ ആചാരപ്രകാരം നിക്കാഹ് നടക്കണം. പള്ളിയിലെ ഖത്തീബിനോട് വന്ന് പറഞ്ഞു, ഉസ്താദ് പറഞ്ഞു അത് നടക്കൂല. അപ്പോൾ അവർ പറഞ്ഞു പ്രസംഗം വേണമെന്ന്. ഞാൻ പ്രസംഗിക്കുമെന്ന് പറഞ്ഞു. തൻ്റെ ഇടമുള്ള ഖത്തീബുമാരുണ്ടാവുമല്ലോ, ഞാൻ പ്രസംഗിച്ചോളാമെന്ന് പറഞ്ഞു. പിന്നെ ഇവർക്കാണെങ്കിൽ മഹല് വിട്ടുപോകാനും വയ്യ, ഇതൊക്കെ മഹലിൽ രജിസ്ട്രിയും വേണം, അപ്പോൾ ഇതിട്ട് ഒഴിവാക്കാനും വയ്യ. അപ്പോൾ പിന്നെ അവരങ്ങനെ പിന്തിരിഞ്ഞു പോയി. പിന്നെ വിളിച്ചു, ഉസ്താദേ ഏതായാലും നിങ്ങൾ പ്രസംഗിച്ചോളി, നിങ്ങൾ നിക്കാഹൊക്കെ നടത്തിക്കോളിയും. എന്നാൽ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ, ആ അവസാനം അൽഫാത്തിഹ എന്ന് വിളിച്ചാൽ ദുആ ഒന്ന് ഒഴിവാക്കാൻ പറ്റുമോ? വളരെ ആവശ്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തിനാണ് ഈ ദുആ ചെയ്യുന്നത്? എന്താണ് ഈ ബിദ്അത്ത്? അൽ ഫാത്തിഹ എന്ന് കേൾക്കാൻ വയ്യ, സഹിക്കൂല. ഈ അൽ ഫാത്തിഹ വിളിച്ച് ദുആ ചെയ്യുന്ന ആർക്ക് വേണ്ടിയാ? ഈ ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടിയല്ലേ? മുത്തനബി പഠിപ്പിച്ച ദുആ, ഖുർആനിൽ വന്ന ദുആ, ഇതല്ലേ ഖത്തീബുമാർ ദുആ ചെയ്യാറുള്ളത്? റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ, ഈ ദുആ എല്ലാം നടത്താറുള്ളത്.
ബാറക്കല്ലാഹു ലക്കുമാ വ ബാറക അലൈക്കുമാ മുത്തുനബി പഠിപ്പിച്ച ദുആയല്ലേ പറയാറുള്ളത്? അള്ളാഹിനോട് ദുആ ചെയ്യാറുള്ളത്. ഇതൊന്നും വേണ്ട, ദുആ വേണ്ട, പേടി. അപ്പൊ പിന്നെ ഉസ്താദ് പറഞ്ഞു, അതൊന്നുമില്ല, ഞങ്ങൾ ദുആർക്കുന്നു, ഞാൻ അൽഫാത്തിയെ വിളിക്കും, ദുആർക്കും, നിങ്ങൾ ആരും ആമീൻ പറയില്ല, എൻ്റെ മുക്രി ആമീൻ പറഞ്ഞോളൂന്നും പറഞ്ഞു. മൂപ്പര് വിട്ടില്ല. അപ്പോൾ പിന്നെ അടുത്ത ചോദ്യം, എന്നാൽ പിന്നെ അൽഫാത്തിയെ വിളിച്ചോളൂ, എന്നാൽ ഇലാഹദറത്തി വൈലാഹദറത്തി എന്ന് ഒഴിവാക്കി തരുമോന്നാ പിന്നെ അവസാനത്തെ റിക്വസ്റ്റ്. അവൻ അതൊന്നും നടക്കൂല, ഞങ്ങൾ ഞങ്ങളുടേതായ എല്ലാ വീട്ടിലും നടക്കുന്നത് പോലുള്ള നിക്കാഹ് അവിടെയും നടത്തും. ഏതായാലും അങ്ങനെ പോയി നിക്കാഹ് നടത്തി. ഇവർ വാശി പിടിച്ച് ആമീൻ ചൊല്ലൂലല്ലോ, സ്വാഭാവികമാണല്ലോ. ആരോടായി ഈ ദേഷ്യം? ഈ സാധുക്കൾ സത്യത്തിൽ എന്താ ഇവരെ പഠിപ്പിച്ചത്? നിസ്കാരത്തിന് ശേഷം കൂട്ടപ്രാർത്ഥന അല്ല എന്ന് ഇവരുടെ മൗലവിമാർ പഠിപ്പിച്ചു. അപ്പോൾ പിന്നെ ഇവർ മനസ്സിലാക്കി, പിന്നെ എവിടെ നിക്കാഹ് കഴിഞ്ഞാലും കൂട്ടപ്രാർത്ഥന പാടില്ല, ഒരു കട ഉദ്ഘാടനം ചെയ്താലും കൂട്ടപ്രാർത്ഥന പാടില്ല, മരണ വീട്ടിൽ കൂട്ടപ്രാർത്ഥന പാടില്ല, എവിടെയും ആമീൻ എന്ന് കേൾക്കാൻ വയ്യ. ഒരാൾ ദ്വാരക്കാൻ മറ്റൊരു ആമീൻ പറയും, പരിപാടിയേ ഇല്ല. ഇതെന്ത് ദീനാണ്? എന്താണ് ഇവരുടെ ദീൻ? കേവലം കുറെ തിയറികളോ കേവലം കുറെ സിദ്ധാന്തങ്ങളോ? ആത്മീയതയുടെ മാധുര്യമില്ലാത്ത, ആത്മീയതയുടെ പച്ചപ്പില്ലാത്ത, ഉണങ്ങി വരണ്ട ഒരു മതമാണ് ബിദ്അത്തിന്റെ മതം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് യാസീൻ ഓതാൻ പാടില്ല, ഖത്തമുൽ ഖുർആൻ പാടില്ല, അതൊന്നും അവർക്ക് സഹിക്കൂല. പിന്നെ എന്താ അവർക്ക് പറ്റുക? ഒന്നും പറ്റൂല അല്ലേ? ഹദ്ദാദ് ചെല്ലാൻ പാടില്ല. എന്തിനാ ഹദ്ദാദിനോട് വിരോധം? ഇവരെങ്ങനെ പറഞ്ഞ് കളിയാക്കും, ഹദ്ദാദ് മേഡ് ഇൻ യമൻ, ബുർദ മേഡ് ഇൻ ഈജിപ്ത്, മംഗൂസ് മൗലിദ് മേഡ് ഇൻ പൊന്നാനി, മജ്ലിസുന്നൂർ മേഡ് ഇൻ പാണക്കാട്. ഇത് മക്കത്തും മദീനത്തുണ്ടായതൊന്നുമില്ലല്ലോ. ഇത് കേൾക്കുമ്പോൾ നമുക്കും തോന്നും സംഗതി ശരിയാണല്ലോ, സാധാരണക്കാരല്ലേ. സഹോദരങ്ങളെ, ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ എന്താ? മജ്ലിസുന്നൂറിൽ നമ്മൾ 7 ഫാത്തിഹ ഓതും, യാസീൻ ഓതും അല്ലേ? ഹദ്ദാദിലും അതേപോലെ ഫാത്തിഹ ഓതും, ആയത്തുൽ കുർസി ഓതും, ആമന റസൂൽ ഓതും, ഖുർആനിൽ വന്ന കുറേ ദുആകളും ആയത്തുകളും ഓതും. മുത്തുനബി പഠിപ്പിച്ച സ്വഹീഹായ ഹദീസിൽ വന്ന ദിക്റുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, റളീനാ ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ്യം വറസൂല. ഇതൊക്കെ ചൊല്ലും. 25ഓളം വരുന്ന ദിക്റുകൾ. ഇതൊക്കെ റസൂലുള്ള പഠിപ്പിച്ചതും ഖുർആനിൽ വന്നതുമായ പ്രധാനപ്പെട്ട ദിക്റുകളാണ്. ഇത് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ ക്രോഡീകരിച്ചു എന്നേ ഉള്ളൂ. മജ്ലിസുന്നൂർ എന്ന് പറഞ്ഞാൽ അതിലൊന്നും പുതിയതായി കൂട്ടിച്ചേർത്തിട്ടില്ലല്ലോ. നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ച ബദരിയത്തുൽ മൻഖൂസിയ്യ, അതിൻ്റെ ഒരു ചിട്ടവട്ടം പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞു എന്നല്ലാതെ അവരാരും സ്വയം നിർമ്മിച്ചുണ്ടാക്കിയതല്ലല്ലോ. പിന്നെ ബുർദ എന്ന് പറഞ്ഞ റസൂലുള്ളാഹിൻ്റെ മദ്ഹാണ്. റസൂലുള്ളാഹിൻ്റെ മദ്ഹ് ഇപ്പോൾ ഒരാൾ ഉണ്ടാക്കിയാൽ അതും പാടാലോ, അതിന് കൂലി കിട്ടൂലേ? അറബിയിലോ മലയാളത്തിലോ ഇംഗ്ലീഷിലോ മുത്തുനബിയുടെ മദ്ഹ് പാടിയാൽ, അത് എഴുതിയാൽ, അത് കവിത രൂപത്തിലായാൽ, പാട്ടിൻ്റെ രൂപത്തിലായാൽ, അത് ഇപ്പോൾ ഒരാളുണ്ടാക്കി പാടിയാലും ആ നിയത്തോടുകൂടി റസൂലുള്ളാഹിൻ്റെ മദ്ഹാണ് എന്ന നിയത്തിൽ കൂലി കിട്ടൂലേ, പ്രതിഫലം കിട്ടൂലേ? അടിസ്ഥാനപരമായ കാര്യമല്ലേ ചിന്തിക്കേണ്ടത്? അതിന് പകരം ഇങ്ങനെയുള്ള വിദണ്ഡവാദങ്ങൾ പറഞ്ഞ് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് ഈ നന്മകളിൽ നിന്ന് മുഴുവനും അടർത്തിക്കൊണ്ടുപോയി നമ്മുടെ ഈമാനിനെ തകർക്കുന്ന ഈ നിക്ഷിപ്ത താല്പര്യക്കാരെ തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിനാണ് സമസ്തയുടെ ലക്ഷ്യം, അത് മാത്രമാണ്. അതിനാണ് സമസ്ത കേരള ജമിയത്തുലമയുടെ കീഴിൽ 11,090 മദ്രസകളുള്ളത്. ഇത് ചെറിയ കാര്യമാണോ? ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ആകെയുള്ള മദ്രസ 596. അത് അവരുടെ കണക്കാണ്. അതിൽ തന്നെ എത്ര മദ്രസ ഉള്ളത്? പല മദ്രസയിലെ എണ്ണം നോക്കിയാൽ നമുക്കറിയാം. 15 കുട്ടി, 20 കുട്ടി, 25 കുട്ടി, ഇതൊക്കെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മദ്രസയിലെ കുട്ടികളുടെ എണ്ണം. നമ്മൾ അവരെ തരം താഴ്ത്തല്ല. കാരണം ഉമ്മത്ത് അവരുടെ മദ്രസയിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കാൻ തയ്യാറല്ല. എവിടെങ്കിലുമൊക്കെ ഇനി അവർ ചെറിയ മദ്രസ തട്ടിക്കൂട്ടിയാലും. സമസ്തയുടെ കീഴിൽ 2500, 2000, 1000, 1500 ഒക്കെ കുട്ടികൾ പഠിക്കുന്ന മദ്രസ ഉണ്ട്. ഒറ്റ മദ്രസയിലാണ് 2500 കുട്ടി, 800 കുട്ടി, 700 കുട്ടികളൊക്കെ പഠിക്കുന്ന മദ്രസകളുടെ ഒരു ആവറേജ് മദ്രസ 200, 150, 300, ഇതൊക്കെയല്ലേ നമ്മുടെയൊക്കെ മദ്രസകളിലെ കുട്ടികളുടെ എണ്ണം. ഇങ്ങനെ 11,090 മദ്രസകൾ. ഇന്ന് പൊതുപരീക്ഷ കഴിഞ്ഞു. എത്ര കുട്ടികളാണ് പൊതുപരീക്ഷ എഴുതിയത്? എത്ര? മദ്രസ പൊതുപരീക്ഷയ്ക്ക് പോയ ആൾക്കാർ പറയും, ഓലും കൂടി മറന്നു. എത്ര? 2,95,240 കുട്ടികൾ. ഇത് കൃത്യമായ കണക്കാണ്.
ഈ കുട്ടികളെ സൂപ്പർവൈസ് ചെയ്തത് 11,376 ഉസ്താദുമാരെ. നിങ്ങളെ മദ്രസയിലും വന്നില്ലേ സൂപ്പർവൈസർ? ഈ കുട്ടികളെ മറ്റു മദ്രസകളിൽ നിന്ന് സൂപ്പർവൈസറും വന്നില്ല. അവരെ പരിശീലിപ്പിച്ച, അവർക്കതിൻ്റെ എല്ലാ ട്രെയിനിങ്ങും കൊടുത്ത സൂപ്പർവൈസർമാരാ. അവർ ആ ഉത്തര പേപ്പറൊക്കെ വാങ്ങി കളക്ട് ചെയ്ത് തിരിച്ചു കൊണ്ടുപോയി 157 കേന്ദ്രങ്ങളിൽ 157 ഡിവിഷണൽ സൂപ്രണ്ടുമാരുടെ നേതൃത്വത്തിൽ ഇൻഷാ അള്ളാഹ് ഈ വരുന്ന 27-ാം തീയതി, 27-ാം തീയതി പറഞ്ഞാൽ മറ്റന്നാൾ, ഈ 157 കേന്ദ്രങ്ങളിൽ കേന്ദ്രീകൃത മൂല്യനിർണയ സംവിധാനത്തിലൂടെ ഈ ഉത്തര പേപ്പറുകളൊക്കെ ആയിരക്കണക്കിന് മുഅല്ലിങ്ങൾ ആ ഉത്തരക്കടലാസ് പരിശോധിക്കും, കുട്ടികൾക്ക് മാർക്കിടും. ഇങ്ങനെ ഒരു സംവിധാനം ലോകത്ത് എവിടെയുള്ളത്? ഏത് സംഘടനക്കുള്ളത്? കേരളത്തിലെ ഏതെങ്കിലും സംഘടനക്ക് പറയാൻ കഴിയുമോ? പൊതുപരീക്ഷ നടത്തുന്ന പല സംഘടനകളുമില്ലേ ഇവിടെ പലരുണ്ട്. സുന്നി പക്ഷത്തുണ്ട്, അല്ലാത്ത ഭാഗങ്ങളിലുണ്ട്. വഹാബികളുണ്ട്, വഹാബികൾക്ക് പല മദ്രസകളുണ്ട്. ആർക്കാ ഇങ്ങനെ പറയാൻ കഴിയുക? 5, 7, 10, 12 ക്ലാസ്സുകളിൽ 2,95,240 കുട്ടികൾ അവരുടെ പേരും അഡ്രസ്സും അവരുടെ ID കാർഡും ഒക്കെ ഓൺലൈനിൽ ഉണ്ട്. കൃത്യമായ കണക്കാണ്. ആർക്കാ ഇത് പറയാൻ കഴിയുക? ഇത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ സംവിധാനവുമായി നമ്മൾ മുന്നോട്ട് പോവുക. നിങ്ങൾ മനസ്സിലാക്കണം, ഈ കഴിഞ്ഞ 5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ 1300-ലധികം പുതിയ മദ്രസകൾ ഞങ്ങൾക്ക് അംഗീകാരം വേണമെന്ന് പറഞ്ഞ് സമസ്തയെ സമീപിച്ചു. ഈ 5 കൊല്ലത്തിനുള്ളിൽ പുതിയ 145 റേഞ്ചുകൾ ഉണ്ടായി. നിങ്ങളുടെ ഈ പട്ടർകുളം മഹല്ല് ഒരു റേഞ്ചിന്റെ കീഴിലല്ലേ? ഇങ്ങനെയുള്ള ഓരോ റേഞ്ചുകളിലെ ഓരോ റേഞ്ചിന്റെ കീഴിലും 15, 20, 25 ഒക്കെ മദ്രസകളില്ലേ, 30 മദ്രസകളൊക്കെ ഉള്ള റേഞ്ചുകളില്ലേ? ഇങ്ങനെയുള്ള 145 പുതിയ റേഞ്ച് സംവിധാനങ്ങൾ വന്നു. ആരും ഇത് ഇങ്ങനെ വിശദീകരിക്കണ്ട. ഇതൊക്കെ സമസ്തക്ക് കുറെ പഴയ കാലത്ത് കിട്ടിയതാണെന്ന് മനസ്സിലാക്കണ്ട. ഷെയ്ഖുനാ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് പ്രസിഡന്റ്. ഈ 5 കൊല്ലം തങ്ങൾ ഉസ്താദ് പ്രസിഡന്റായിട്ട് 9 കൊല്ലമായി. ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദാണ് ജനറൽ സെക്രട്ടറി. 10 വർഷമായി ഷെയ്ഖുൽ ജാമിയ ജനറൽ സെക്രട്ടറി ആയിട്ട് അവര് നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷം ഈ കഴിഞ്ഞ 5 കൊല്ലത്തെ കണക്കാണ് പറയുന്നത്. സയ്യിദുൽ ഉലമയുടെ, ഷെയ്ഖുൽ ജാമിയയുടെ, സമസ്തയുടെ അടുത്തേക്ക് ഈ ഉമ്മത്ത് 1300 പുതിയ മദ്രസകൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് അംഗീകാരം നൽകണം എന്ന് പറഞ്ഞ അപേക്ഷ നൽകുകയാണ്. എന്താണ് ഈ ഉമ്മത്ത് ആവശ്യപ്പെടുന്നത്? ഷെയ്ഖുൽ ജാമിയയും മാലിക്കുട്ടി ഉസ്താദും MT ഉസ്താദും കൊയ്യോട് ഉസ്താദും അടങ്ങുന്ന സമസ്ത തീരുമാനിക്കണം ഞങ്ങളുടെ മക്കൾ എന്ത് പഠിക്കണം, അവരുടെ അഖീദ എന്താവണം. സമസ്തയുടെ പാഠപുസ്തകങ്ങൾ സുന്നത്ത് ജമാഅത്താണ്. വിശ്വാസങ്ങൾ, കർമ്മങ്ങൾ, അഖീദ, ഫിഖ്, താരീഖ്, തജ്വീദ്, അഖ്ലാഖ് എല്ലാം സമസ്ത പഠിപ്പിക്കുകയല്ലേ ഈ മക്കൾക്ക്? 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ. 1-ാം ക്ലാസ്സിൽ അദബ് എന്ന ആദ്യത്തെ ബാലപാഠം മുതൽ ഓരോ ക്ലാസ്സുകളിലും ഈ മനോഹരമായ പാഠങ്ങളാണ് പകർന്നുകൊണ്ടിരിക്കുന്നത്. അഖ്ലാഖ് എന്ന പാഠപുസ്തകങ്ങളിലൂടെ എങ്ങനെയാണ് അയൽക്കാരെ ബഹുമാനിക്കേണ്ടത്, ഇതര മതസ്ഥരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഈ രാജ്യത്ത് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഹുബ്ബുൽ വത്തൻ എന്ന പാഠം ഒരു പാഠമായിട്ടാണ് സമസ്ത പഠിപ്പിക്കുന്നത്. നാളെ റിപ്പബ്ലിക് ദിനത്തിന് നമ്മുടെ മദ്രസകൾ കേന്ദ്രീകരിച്ചും പതാക ഉയർത്തും. ഈ രാജ്യത്തിന്റെ റിപ്പബ്ലിക് ആചരിക്കും, സ്വാതന്ത്ര്യ ദിനത്തിനും ആചരിക്കും. ഈ രാജ്യത്ത് ഉത്തമ പൗരന്മാരായി, മാനവികതയുടെ, മതസൗഹാർദ്ദത്തിന്റെ ഉത്തമന്മാരായി വളർത്തിക്കൊണ്ടുവരാൻ ഈ മക്കളെ തർബിയത്ത് ചെയ്ത് തസ്കിയത്ത് ചെയ്ത് ഈ മനോഹരമായ വഴിയാണ് സമസ്ത ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ കാലയളവിൽ 77 ലക്ഷത്തോളം വരുന്ന പൊതുപരീക്ഷാ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഇനി ഈ മൂല്യനിർണ്ണയം കഴിഞ്ഞ് മിക്കവാറും ഈ കുട്ടികളൊക്കെ പാസ്സാകുമല്ലോ. ഞാൻ പറഞ്ഞ 2,95,000. അതിൽ ഇനി ജയിച്ച കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് കൂടെ കൂടിയാൽ ഇങ്ങനെ ഓരോ കൊല്ലവും ലക്ഷക്കണക്കിന് കുട്ടികൾക്കാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ മതവിദ്യാഭ്യാസം നമ്മുടെ ദീനിന്റെ അടിത്തറ പകർന്നു നൽകി മുന്നോട്ട് പോകുന്നത്. ഇതിവിടെ നിലനിൽക്കണം, ഈ ഇസ്സത്ത് നിലനിൽക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു ജനതയെ നിങ്ങൾക്ക് ലോകത്ത് എവിടെയാണ് കാണാൻ കഴിയുക? നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ നാട്ടിൽ ഈ മലപ്പുറം ജില്ലയിൽ കേരളക്കരയിൽ മുസ്ലിം കൂട്ടത്തിൽ ഖുർആൻ ഓതാൻ അറിയാത്ത എത്ര ആളുണ്ടാകും? മിക്കവാറും ആളുകൾക്ക് ഉമ്മമാര്, സ്ത്രീകള്, കുട്ടികൾ, ചെറുപ്പക്കാരൊക്കെ ഖുർആൻ ഓതാൻ അറിയുന്നവരല്ലേ, ഖുർആൻ ഓതുന്നവരല്ലേ?
നിസ്കാരത്തിൻ്റെ ഫർളും ഷർത്തും ആദാബും സുന്നത്തുകളും ഒക്കെ അറിയുന്നവരല്ലേ? നോമ്പിൻ്റെ മസ്അലകൾ അറിയുന്നവരല്ലേ? ഹജ്ജിൻ്റെയും ഉംറയുടെയും മസ്അലകൾ പോലും സാമാന്യം അറിവുള്ളവരാണ് നമ്മുടെയൊക്കെ ഉമ്മമാര്, സഹോദരങ്ങൾ, സഹോദരിമാര്, സാധാരണക്കാര്. അത്യാവശ്യം എല്ലാ മസ്അലകളും എല്ലാവർക്കും ഒക്കെ അറിയാം. അനന്തരാവകാശ നിയമങ്ങൾ പോലും പല സാധാരണക്കാർക്കും അറിയാം, ആരോടും ചോദിക്കണ്ട. ആ നിലയിൽ ദീനീ ബോധമുള്ള ഒരു തലമുറ എവിടെയാണുള്ളത്? അറബ് നാടുകളിലുണ്ടോ? ഈജിപ്തിലുണ്ടോ? എത്രയോ പണ്ഡിതന്മാർ കഴിഞ്ഞു പോയ നാടാണ് മിസ്ർ, ഈജിപ്ത്. അൽ അസർ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ നാടാണ് ഈജിപ്ത്. ഈജിപ്തിൽ ഈ അടുത്ത് നടത്തിയ ഒരു പഠനം തെളിയിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ ഈജിപ്തുകാർ അറബ് നാടാണ്. 95% മുസ്ലിങ്ങളുള്ള നാടാണ് ഈജിപ്ത്, മിസ്ർ. അവിടെ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ഖുർആൻ ഓതാൻ അറിയൂല, നിസ്കരിക്കാൻ അറിയൂല, ദീനിയായ യാതൊരു ബോധവുമില്ല. എന്തേ കാരണം? നമ്മുടെ നാട്ടിലുണ്ടായതുപോലെ മദ്രസകൾ ഉണ്ടായില്ല. യൂണിവേഴ്സിറ്റിയും വലിയ അറബിക് കോളേജും വലിയ പണ്ഡിതന്മാരും മിസ്രി പണ്ഡിതന്മാരും ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. സമസ്ത ചെയ്തതുപോലെ നാടായ നാടുകളിലേക്ക് ഇറങ്ങിച്ചെന്ന്, ഗ്രാമങ്ങളിലേക്കൊക്കെ ഇറങ്ങിച്ചെന്ന് ഇങ്ങനെ ഒരു സംവിധാനത്തെ കെട്ടിപ്പടുക്കാൻ ഒരിക്കലും സാധിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അവിടങ്ങളിലൊക്കെ മുസ്ലിം ഉമ്മത്ത് ഒരുപാട് പുറകിലേക്ക് പോയി. അത് മാത്രമല്ല, അവിടങ്ങളിൽ പറ്റിയ അപകടം എന്താണെന്നറിയോ? അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈജിപ്തിൽ എപ്പോഴും ആഭ്യന്തര കലാപമാണ്, സംഘർഷങ്ങളാണ്. മുസ്ലിം ലോകങ്ങളിലൊക്കെ പലപ്പോഴും കലാപങ്ങളും സംഘട്ടനങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ്. എന്തേ കാരണം? ഇഖ്വാനുൽ മുസ്ലിമൂൻ പോലെയുള്ള സംഘടനകൾ അവിടെ അപകടങ്ങൾ ഉണ്ടാക്കി. ആരാ ഇഖ്വാനുൽ മുസ്ലിമൂൻ? ജമാഅത്തെ ഇസ്ലാമിയും ഇഖ്വാനുൽ മുസ്ലിമൂൻ ഒരേ വയറ്റിൽ നിന്ന് വന്നവരാ, ഒരേ സുഹൃത്തുക്കളാ, ഒരേ സഹോദരങ്ങളാ, ഒരേ ആശയക്കാരാ, ഒരേ ഹുക്കുമത്തയിലായി വാദക്കാരാ, ഒരേ മതരാഷ്ട്രവാദക്കാരാ. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ജമാഅത്തുകാർ ഇപ്പോഴും അവരെ പൊക്കിപ്പിടിച്ച് നടക്കാറുള്ളത്. ഹസനുൽ ബന്നയെ, സയ്യിദ് ഖുത്ബിനെ, ഇഖ്വാനുൽ മുസ്ലിമീൻ്റെ ആളുകളെ ഇഖ്വാനുൽ മുസ്ലിമൂൻ മാത്രം പഠിപ്പിക്കാൻ അവർ പഠിപ്പിക്കുന്നുണ്ട് ജമാഅത്തുകാർ ഇവിടെ കേരളക്കരയിൽ. IPH പ്രസിദ്ധീകരിച്ച പുസ്തകം. എന്താ ഇവരുമായിട്ടുള്ള ബന്ധം, ചങ്ങാത്തം? ഇവർ മതരാഷ്ട്രവാദത്തിൻ്റെ ആളുകളാ, തീവ്രവാദ ചിന്താഗതിയുള്ള ആളുകളാ. ഈ ഇഖ്വാനുൽ മുസ്ലിമൂൻ കാരണം ഈജിപ്തിൽ എത്ര ആളുകൾ കൊല ചെയ്യപ്പെട്ടു. കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമി, ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി, പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമി, ഇവരുടെ തീവ്രവാദം കാരണം എത്ര ആളുകൾ ലോകത്ത് മരിച്ചൊടുങ്ങി, എത്ര ആളുകളെ കൊന്നൊടുക്കി മുസ്ലിങ്ങളെ. എന്തേ കാരണം? ബിദ്അത്തിന് വളരാൻ അനുമതി നൽകിയാൽ, അതേപോലെ ലോകത്തെവിടെയും മുസ്ലിം രാജ്യങ്ങളിലും അല്ലാത്ത പ്രദേശങ്ങളിലും തീവ്രവാദവും ഭീകരതയും ഒക്കെ ഉണ്ടാക്കിയതാരാ? വഹാബിസം, സലഫിസം, മൗദൂദിസം, ഇഖ്വാനിസം, ബിദ്അത്തുകാർ. അതുകൊണ്ട് തന്നെ ബിദ്അത്ത് വളരാൻ പാടില്ല. ഇവിടെ പാരമ്പര്യമുള്ള സുന്നി വിശ്വാസം, ഔലിയാക്കളുടെ വഴി, സ്വാലിഹീങ്ങളുടെ വഴി, നമ്മുടെ മുൻഗാമികളുടെ വഴി, തങ്ങന്മാരുടെ വഴി, അതിവിടെ നിലനിൽക്കണം. അതിനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കഠിനാധ്വാനം ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, സമസ്തയെ ജനങ്ങൾ ഏറ്റെടുത്തു. അതിലാരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം എവിടെയും സമസ്ത, ഏത് നാട്ടിൽ ചെന്നാലും, കർണാടകയിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ മംഗലാപുരം ഭാഗങ്ങളിലൊക്കെ പടുകൂറ്റൻ ബോർഡുകൾ, എവിടെയും സമസ്തയുടെ പതാക, എവിടെയും സമസ്തയുടെ നായകന്മാർ, എവിടെയും ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ, എവിടെയും പദയാത്രകൾ, പ്രകടനങ്ങൾ, ബൈക്ക് റാലികൾ, പ്രചരണ സമ്മേളനങ്ങൾ, നാടായ നാടെങ്കും സമസ്തയുടെ ഒരു മഹാ ക്യാമ്പ്. 33,313 ആളുകളാണ് പങ്കെടുക്കുന്നത്. അതിൽ ഒരാൾ കുറവുണ്ടാവില്ല. അതാ ക്യാമ്പിൻ്റെ പ്രത്യേകത. ഞാനത് വിശദീകരിക്കുകയല്ല. അത്ര കൃത്യതയോടുകൂടെ ഈ ആളുകൾക്ക് മുഴുവനും അവരുടെ ഫോട്ടോ പതിച്ച ID കാർഡ് വരെ കൊടുത്തുകൊണ്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ക്യാമ്പാണ്. ആ ക്യാമ്പ്, അതിലേക്കുള്ള പ്രവേശനം, അവിടുത്തെ ക്ലാസുകൾ, അവിടുത്തെ സംവിധാനങ്ങൾ, അൽഹംദുലില്ലാ ഒരു മഹാത്ഭുതമായി, ഒരു വലിയ ഈ നൂറ്റാണ്ടിലെ ഒരു അത്ഭുതമായി. 100 കൊല്ലം കഴിഞ്ഞപ്പോൾ സമസ്ത എന്താണ് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്ന ഒരു മഹാചരിത്രമാണ് കാസർകോട്ടെ കുണിയയിൽ നടക്കാൻ പോകുന്നത്. 10 ദിവസത്തെ ഒരു എക്സ്പോ, ഗ്ലോബൽ എക്സ്പോ, ഇൻഷാ അല്ലാഹ് ഈ 30-ാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടും. 31-2 ദിവസങ്ങളിൽ സ്ത്രീകൾക്ക് മാത്രമാണ് പ്രവേശനം. പിന്നെ ബാക്കിയുള്ള 8 ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ് പുരുഷന്മാർക്ക്.
എന്തൊക്കെ സംവിധാനങ്ങൾ അവിടെ ഒരുങ്ങുന്നത്. ഞാനതൊന്നും പറയുകയല്ല. ഇൻഷാ അല്ലാഹ് അതൊക്കെ പോയി കാണാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു മഹാസമ്മേളനം, സമസ്തയുടെ സമ്മേളനം എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ സംഗമമാണ്. ഇപ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒരുപാട് മഹാന്മാർ അവിടെ ചെന്ന് ദുആ ചെയ്ത് വരിക. ബഹുമാനപ്പെട്ട കുമ്പോൽ തങ്ങളെപ്പോലെയൊക്കെയുള്ള മഹാന്മാരായ ആളുകൾ, അവരൊന്നും ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാറില്ല, വന്നാലും സ്റ്റേജിലൊന്നും കയറാറില്ല. സയ്യിദുൽ ഉലമയുടെ സന്ദേശയാത്രയുടെ മംഗലാപുരത്തെ സമാപന വേദിയിൽ വന്നു, പക്ഷേ കുമ്പോൽ തങ്ങളുപ്പാപ്പ അവിടെ വന്ന് കാറിലിരുന്നു എന്നല്ലാതെ വേദിയിലേക്ക് കയറാൻ തയ്യാറായില്ല. അങ്ങനത്തെ കുറേ മഹാന്മാരുണ്ട്. അവരൊക്കെ വന്ന് അവിടെ ഇങ്ങനെ വരുന്നു, ദുആ ചെയ്യുന്നു. ക്യാമ്പ് സൈറ്റിൽ, സമ്മേളന നഗരിയിൽ. അതാരും ക്ഷണിച്ചിട്ടോ പറഞ്ഞുകൊണ്ടോ അല്ല, നമ്മൾ അറിഞ്ഞും അറിയാതെയും അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളായ ആളുകൾ. ഇപ്പം തന്നെ അവിടെ ഒരു സന്ദർശന പ്രവാഹമാണ്. ഇങ്ങനത്തെ ഒരു സമ്മേളനം മുമ്പുണ്ടായിട്ടില്ല. ആലപ്പുഴയിൽ 90-ാം വാർഷികം നടന്നു, കൂരിയാട്ടെ 85-ാം വാർഷികം നടന്നു, അതേപോലെ ജമിയത്തുൽ മുഅല്ലിമീൻ്റെ മഹാസമ്മേളനം കൊല്ലത്ത് നടന്നു, SYSൻ്റെ മഹാസമ്മേളനങ്ങൾ നമ്മുടെ കുറ്റിപ്പുറത്ത് നടന്നു, കാസർഗോഡ് നടന്നു, SKSൻ്റെ സമ്മേളനങ്ങൾ നടന്നു, തൃശ്ശൂരിൽ, കുറ്റിപ്പുറത്ത്, അങ്ങനെ കോഴിക്കോട് പലയിടത്തും പല വലിയ വലിയ സമ്മേളനങ്ങൾ നടന്നു. ബാംഗ്ലൂരിൽ നമ്മുടെ തന്നെ സമ്മേളനം നടന്നു. അവിടങ്ങളിലൊന്നും ഇല്ലാത്ത എന്തോ ഒരു വല്ലാത്ത ഒരാവേശം, ആ ആവേശം നമ്മൾ കാണുന്നത് ഒരുപാട് സ്വാലിഹീങ്ങൾക്കിടയിലും മൗലിയാക്കൾക്കിടയിലുമാണ്. അവരൊക്കെ നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ആരും നിസ്സാരപ്പെടുത്തണ്ട. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉസ്താദുമാരെ ആരും കരിവാരിത്തേക്കണ്ട. മഹാന്മാരായ ഈ ഉലമാക്കളെ ആരും വേദനിപ്പിക്കണ്ട. സയ്യിദുൽ ഉലമയെ പോലെയുള്ള സമുന്നതരായ നേതാക്കളെ ആരും മനസ്സ് വേദനിപ്പിക്കേണ്ടതില്ല. അത് അപകടമായിരിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അവരൊക്കെ ആരാണ് എന്ന് കൃത്യമായ തിരിച്ചറിവുള്ളത് കൊണ്ടാണ് ഈ ജനലക്ഷങ്ങൾ അവരുടെ പിറകെ കൂടിയത് എന്ന് മനസ്സിലാക്കണം. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കൊക്കെ അത് ബോധ്യപ്പെടും. പിന്നെ ഖേദിച്ചിട്ട് പ്രയോജനമുണ്ടാകൂല. ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരെയൊക്കെ വേദനിപ്പിച്ചാൽ നമുക്കറിയാലോ. ശൈഖുന കണ്ണിയത്ത് ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ, ശൈഖുന ശംസുൽ ഉലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവരുടെ മരണം വരെ അവരെ വേദനിപ്പിച്ച ആളുകൾ കഴിഞ്ഞു പോയിട്ടില്ലേ ഇവിടെ? മരിക്കുന്നത് വരെ ആ മഹാന്മാരെ വേട്ടയാടിയ, എന്തിനു വേണ്ടി അവർ, ഒരാൾ സമസ്തയുടെ പ്രസിഡന്റ്, ഒരാൾ സമസ്തയുടെ സെക്രട്ടറി ആയതിൻ്റെ പേരിൽ പിന്നെ മരണപ്പെട്ടു പോയതിനു ശേഷം ഇപ്പം ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ മതി അവർ വലിയായിരുന്നു, അവർ ആരിഫായിരുന്നു, ഖുതുബായിരുന്നു, മുജദ്ദിദായിരുന്നു എന്ന് ഇപ്പൊ പറഞ്ഞത് കൊണ്ടായോ? ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവരെയൊക്കെ വേദനിപ്പിച്ച് മരിച്ചു പോയതിനു ശേഷം അവരെ വാഴ്ത്തിപ്പാടിയത് കൊണ്ടായില്ല. ഇൻഷാ അല്ലാഹ് സയ്യിദുൽ ഉലമ ആരാണ്, ശൈഖുൽ ജാമി ആരാണ്, അവരൊന്നും ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പലപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയൂല. ഞാൻ ഇതേ ഉദാഹരണം പറഞ്ഞത് കണ്ണിയത്ത് ഉസ്താദിനെയും മഹാനായ ശംസുൽ ഉലമയും ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പലർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അവരെത്രേ മനസ്സിലാക്കിയുള്ളൂ. ഇന്ന് സയ്യിദുൽ ഉലമയെ, ശൈഖുൽ ജാമിയെ, മഹാന്മാരെയൊക്കെ മനസ്സിലാക്കിയതുപോലെ സമസ്തയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, സമ്മേളനത്തിൽ വന്ന് പ്രസംഗിക്കുന്ന ആളുകൾ, അതേപോലെ ആദർശം പറയുന്ന ആളുകൾ, അത്രയൊക്കെ മനസ്സിലാക്കിയുള്ളൂ. പക്ഷെ അവർ പോയപ്പോഴാണ് അവരുടെ വില അറിഞ്ഞത്, അവരുടെ മഹത്വങ്ങൾ മനസ്സിലാക്കിയത്. എന്നതുപോലെ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അവരെയൊക്കെ മനസ്സിലാക്കാനും അവരൊക്കെ സ്നേഹിക്കാനും അവരോട് അടുക്കാനും ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കാനും തൗഫീഖ് കിട്ടിയാൽ അത് ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്ന് മാത്രം മനസ്സിലാക്കുകയാണ് വേണ്ടത്. എന്തെങ്കിലും നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ വഹാബികളുടെയും മൗദൂദികളുടെയും സമസ്തയുടെ ശത്രുക്കളുടെ കുതന്ത്രങ്ങൾക്ക്, അവരുടെ ചൊൽപ്പടിക്ക്, അല്ലെങ്കിൽ അവരുടെ മന്ത്രങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ട് ഈ ദുഷ്ടലാക്കുമായി ആരൊക്കെ സമസ്തയുടെ പുറകെ വന്നാലും, സമസ്തക്കെതിരെ കല്ലെറിഞ്ഞാലും, സമസ്തയെ വേദനിപ്പിക്കാൻ എന്തൊക്കെ കുത്തുവാക്കുകളുമായി വന്നാലും അതൊക്കെ അവർക്കെതിരെ തിരിച്ചടിക്കുകയാണ് ചെയ്യുക.
എന്നത് ഈ 100 കൊല്ലത്തെ സമസ്തയുടെ അനുഭവമാണ്, ചരിത്രമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതൊക്കെ മനസ്സിലാക്കാൻ എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കൊക്കെ സമസ്തയെ അളവറ്റ് സ്നേഹിക്കാൻ, മഹാന്മാരായ നമ്മുടെ കഴിഞ്ഞുപോയ മഹാന്മാരെ, ജീവിച്ചിരിക്കുന്ന നമ്മുടെ നേതാക്കളെ, നമ്മുടെ സാദാത്തുക്കളെ, നമ്മുടെ ഉലമാക്കളെ, നമ്മുടെ മഹാന്മാരെ ഒക്കെ അങ്ങേ അറ്റം ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും സഹായിക്കാനും ഭാഗ്യമുണ്ടായ ആളുകളാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അത് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തി തരട്ടെ. ആ ഗുരുത്വം, ആ പൊരുത്തം, ആ സ്നേഹം, ആ മഹാന്മാരുടെയൊക്കെ തണൽ, അവരുടെയൊക്കെ ദുആ, അതുമാത്രമാണ് നമ്മുടെയൊക്കെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. അതാണ് സമസ്തക്ക് ഖിദ്മത്ത് ചെയ്യുമ്പോൾ SKSSF-ഉം SYS-ഉം ഈ പട്ടർക്കുളം ശാഖാ കമ്മിറ്റി ഇവിടെ ഈ പരിപാടിയുടെ പ്രചരണവും ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തപ്പോൾ, ഇതിനു വേണ്ടി പലരും സാമ്പത്തികമായി സഹായിച്ചപ്പോൾ, എല്ലാ തലത്തിലും നമുക്കുള്ള പ്രതീക്ഷ ഇതൊക്കെ സമസ്തക്കും സുന്നത്ത് ജമാഅത്തിനുമുള്ള ഒരു ഖിദ്മത്താണ്. ആ മഹാന്മാരുടെയൊക്കെ ഗുരുത്വവും പൊരുത്തവും കിട്ടാനുള്ള ഒരു വഴിയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അർഹമുർ റാഹിമീനായ അള്ളാഹുവേ, ഞങ്ങളുടെ ഈ സമ്മേളനം കബൂലാക്കണേ റബ്ബേ. ഇതിനു വേണ്ടി ആരൊക്കെ പ്രവർത്തിച്ചോ, ഇതിൻ്റെ പ്രചരണത്തിന് വേണ്ടി സാമ്പത്തികമായി സഹായിച്ചവർ, വിദേശത്തുള്ള ആളുകൾ, അതേപോലെ ഓൺലൈനിലും മറ്റുമൊക്കെ ഈ പരിപാടി വീക്ഷിച്ചവർ, അള്ളാഹുവേ ദുആ കേൾപ്പിച്ചവർ, ഞങ്ങൾക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ. ബഹുമാനപ്പെട്ട സമസ്തയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെയും ദുആ കേൾപ്പിച്ചവരുടെയും സാമ്പത്തികമായി സഹായിച്ചവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കണേ റഹ്മാനെ. എല്ലാ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണേ റബ്ബേ. രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകണേ റബ്ബേ. ആഫിയത്തും ആരോഗ്യവും സുഹത്തും സലാമത്തും നൽകണേ റബ്ബേ. സമസ്തയുടെ മഹാസമ്മേളനവും അനുബന്ധമായ എല്ലാ കാര്യങ്ങളും നീ റാഹത്തലായി വിജയിപ്പിക്കണേ റബ്ബേ. എല്ലാ തടസ്സങ്ങളും ഒഴിവാക്കണേ അല്ലാ. എല്ലാ ശത്രുതകളെയും നീ തിരിച്ചുവിടണേ റബ്ബേ. എല്ലാ കുതന്ത്രങ്ങളെയും പരാജയപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ നേതാക്കൾക്കൊക്കെ നീ ഇസ്സത്ത് നൽകണേ റഹ്മാനെ. സമസ്തയെ സഹായിച്ചവർ, ഈ നാട്ടിൽ ഈ പ്രസ്ഥാനത്തെ സഹായിക്കുന്നവർ, SYS-നെ SKSF-നെയൊക്കെ സഹായിച്ചവർ, പടച്ചവനെ ഞങ്ങളുടെ മഹല്ലുകളെ, മദ്രസകളെ, ദീനി സംവിധാനങ്ങളെ ഒക്കെ സഹായിക്കുന്നവർ, രണ്ട് ലോകത്തും നീ സഹായിക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെയൊക്കെ നീ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. അവരുടെയൊക്കെ പരീക്ഷാകാലമാണ്. പൊതുപരീക്ഷ കഴിഞ്ഞു, മദ്രസയിലെ പരീക്ഷ വരുന്നു, സ്കൂളിലും കോളേജിലും ഒക്കെയുള്ള പരീക്ഷകൾ വരുന്നു. എല്ലാ പഠനങ്ങളിലും പരീക്ഷകളും ഞങ്ങളുടെ മക്കൾക്ക് ഉന്നത വിജയം നൽകണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളുടെ മുത്താലിമീങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, ദർസിലെ മുത്താലിമീങ്ങൾ, അല്ലാഹുവേ, ഉഖ്റവിയായ ആലിമീങ്ങളിൽ, ഇൽമിൻ്റെ അഹ്ലുകാരിൽ അവരെ നീ ചേർക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഉസ്താദുമാർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, ഞങ്ങളുടെ നേതാക്കൾ, ഈ മഹല്ലുമായി ബന്ധപ്പെട്ടവർ, പ്രത്യേകിച്ച് ഇവിടെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള നിരവധി ഫൈലി പണ്ഡിതന്മാരുടെ ഗുരുനാഥൻ കൂടിയായ ബഹുമാനപ്പെട്ട ഉസ്താദ് ഖാരി അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അള്ളാഹുവേ അവരുടെ ദറജ ഉയർത്തി കൊടുക്കണേ റബ്ബേ. ഞങ്ങൾക്കൊക്കെ ഖിറാഅത്തിൻ്റെ ആ തജ്വീദിൻ്റെ നിയമങ്ങളൊക്കെ പഠിപ്പിച്ച് അതിൻ്റെ സനദ് നൽകിയ മഹാനാണ്. അതേപോലെ ഖാരി ഹസൻ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള ആളുകൾ, അള്ളാഹു അവരുടെയൊക്കെ പരലോകത്തെ ദറജ ഉയർത്തി കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ ഈ നാടുകളുമായി, പ്രദേശങ്ങളുമായി, പരിസരവുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്വാലിഹീങ്ങൾ, ഉസ്താദുമാർ, തങ്ങന്മാർ, ഉലമാക്കൾ, ഉമറാക്കൾ, സംഘടനാ പ്രവർത്തകർ, SKSF-ന് വേണ്ടിയൊക്കെ കഠിനാധ്വാനം ചെയ്തവർ, SYS-ന് വേണ്ടി പ്രവർത്തിച്ചവർ പലരും മരിച്ചു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ ദറജ ഉയർത്തണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങൾക്കൊക്കെ വേണ്ടി വളരെ കഠിനാധ്വാനം ചെയ്യുന്ന ഞങ്ങളുടെ വീട്ടുകാർ, ഉമ്മപെങ്ങന്മാർ, സഹോദരിമാർ, അള്ളാഹുവെ അവർക്കൊക്കെ നീ ഖൈർ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ പെൺമക്കൾ, അള്ളാഹുവെ ഞങ്ങളുടെ ആൺമക്കൾ, വിവാഹപ്രായം എത്തിയവരുണ്ട്, അവർക്കൊക്കെ ഏറ്റവും അനുയോജ്യരായ നല്ല ഇണകളെ പ്രദാനം ചെയ്യണേ റബ്ബേ. അള്ളാഹുവെ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ റബ്ബേ. കടങ്ങളുള്ളവർ വീട്ടിൽ കൊടുക്കണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കാൻ തൗഫീക്ക് നൽകണേ റബ്ബേ. ജോലി ഇല്ലാത്തവർക്ക് നല്ല ജോലി കൊടുക്കണേ റബ്ബേ. വിദേശത്തൊക്കെ ഉള്ളവർ എല്ലാ ഖൈറും ബറക്കത്തും നിഅമത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. പല കാര്യങ്ങളും പറഞ്ഞ് ദുആ കേൾപ്പിച്ച സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, അവരുടെയൊക്കെ നല്ല ലക്ഷ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളെ ഈ മഹല്ലിലെ ദർസിനെയും അതേപോലെ മുത്തഅല്ലിമീങ്ങളെയൊക്കെ സഹായിക്കുന്നവർ, മദ്രസയെ സഹായിക്കുന്നവർ, മഹല്ലിനെ സഹായിക്കുന്നവർ, പള്ളിയെ സഹായിക്കുന്നവർ, രണ്ട് ലോകത്തും നീ സഹായിക്കണേ റബ്ബേ. ഈ ഐക്യം, ഈ ഒത്തൊരുമ, മഹല്ല് ഭാരവാഹികളും ഇവിടുത്തെ ഉസ്താദുമാരും കാരണവന്മാരും സംഘടനാ പ്രവർത്തകരും നല്ല ഐക്യത്തിലും ഒത്തൊരുമയിലും ഇവിടുത്തെ ഉലമാക്കളും ഉമറാക്കളും ഒക്കെ മുന്നോട്ട് പോകുന്നത് അള്ളാഹുവെ നീ കബൂലാക്കണേ റബ്ബേ. അതിൻ്റെ ഭാഗമായിട്ടാണ് 25 വർഷം സേവനം ചെയ്ത് ഇവിടുത്തെ മുഅദ്ദിന് നമ്മുടെ മക്കൾ ആദരവ് നൽകിയത്. അള്ളാഹുവെ അതൊക്കെ നീ കബൂലാക്കണേ റബ്ബേ. ഈ ഇസ്സത്ത്, ഈ പാരമ്പര്യം അള്ളാഹുവെ നീ നിലനിർത്തണേ റഹ്മാനെ. എല്ലാ നാടുകളിലും ഈ ഇസ്സത്തും പാരമ്പര്യവും നിലനിർത്തണേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ
إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير الخلق سيدنا محمد وآله